Hi everyone, welcome to A Dream Classroom. So in this session, we are going to deal with the second unit of the paper, BEGC 102, European Classical Literature, and particularly the second unit. ഇപ്പോൾ ബ്ലോക്ക് 2-ലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് യൂണിറ്റിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ഗ്രീക്ക് തിയേറ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെ, പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ ട്രാജഡീന്റെ എന്താ പറയണ്ടേ ഡെഫിനിഷൻ അല്ലെ, ട്രാജഡി കൊണ്ടുവന്ന ആളുകൾ അരിസ്റ്റോട്ടിൽ, അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹം എങ്ങനെയാണ് ട്രാജഡിനെ ഡിഫൈൻ ചെയ്തത്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തു. ഇനി യൂണിറ്റ് 2 നമ്മുടെ ബ്ലോക്ക് സംസാരിക്കുന്ന പ്ലേ അല്ലെ, ഏതാണ് പ്ലേ? ഇഡീപ്പസ് റെക്സ് എന്നുള്ളത്. സോ ഇഡീപ്പസ് റെക്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇഡീപ്പസ് റെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഇതില് സോഫോക്ലിസ് എഴുതിയിട്ടുള്ള വർക്ക് ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമ്മൾ ഇതിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിന്റെ സമ്മറി ആൻഡ് അനാലിസിസ്. എന്താണ് ആ പ്ലേയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് സമ്മറി ആൻഡ് അനാലിസിസ് ഓഫ് ഇഡീപ്പസ് റെക്സ് സെക്ഷൻ 1 മുതൽ സെക്ഷൻ 5 വരെയാണ് പഠിക്കാനുള്ളത്. അതായത് ഏകദേശം ലൈൻ 1 മുതൽ ലൈൻ 1684 ഓക്കെ, അതുവരെയാണ് പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ കോറസ്, അനാലിസിസ്, സ്പീച്ചസ് ഓഫ് ദ കോറസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. സോ ഇവിടെ പറയുന്നുണ്ട്, ദ പ്ലേ ഇസ് നോട്ട് എ ലെങ്തി പ്ലേ ആസ് ഇറ്റ് കംപ്രൈസസ് അറൌണ്ട് 1684 ലൈൻസ് ആൻഡ് വി വിൽ ഗിവ് യു എ ബ്രീഫ് സമ്മറി എന്നുള്ളത്. സോ ഒരു ലെങ്തി പ്ലേ ആണോ ചോദിച്ചാൽ അല്ല എന്നാണ്. പക്ഷെ ഏകദേശം 1684 ലൈൻസുകളുള്ള ഒരു പോയമാണ് പോയം അല്ല, നമ്മുടെ ഡ്രാമ അല്ലെ, പ്ലേ ആണ് ഇഡീപ്പസ് റെക്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ സമ്മറി വേർഷൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് Aristotle was the first to insist on a division of a play into acts and scenes so that plot is orderly arranged into sequential parts. അപ്പൊ ഈ ആക്റ്റിൽ അല്ലെ, അതായത് ഡ്രാമയെ അല്ലെങ്കിൽ ഒരു പ്ലേനെ ആക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തത് അരിസ്റ്റോട്ടിലാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ സ്റ്റോറി, ആ നടക്കുന്ന സ്റ്റോറീനെ ഓരോ പ്ലോട്ട് വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്തിട്ട് സീക്വൻഷ്യൽ പാർട്സുകളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ സമ്മറി ആൻഡ് അനാലിസിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് കഥ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആസ് യു ക്യാൻ സീ ഇൻ ദിസ് PPT, ഞാൻ ഒരു PPT തയ്യാറാക്കിയതിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദിസ് അല്ലെ, പ്ലേ റിട്ടൺ ബൈ സോഫോക്ലിസ്. എപ്പോഴാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഏകദേശം നമുക്കൊരു എന്താ പറയണ്ടേ, എക്സാക്ട് കണക്കൊന്നുമല്ല, നമുക്ക് എടുക്കുന്നതിൽ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. 429 BCE ആണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് അത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഗ്രീക്ക് ട്രാജഡീസ് എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ഗ്രീക്ക് ട്രാജഡീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രാജഡിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇഡീപ്പസ് ദ കിങ് എന്നുള്ളതും അറിയപ്പെടുന്നുണ്ട്. ആൻഡ് സിറ്റി തേബ്സ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്ലേ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നും മനസ്സിലാക്കുക. സോ അതിന്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് സെറ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇഡീപ്പസ് റെക്സ് ഇസ് കൺസിഡേർഡ് അരിസ്റ്റോട്ടിൽസ് ഐഡിയൽ ട്രാജഡി ഇൻ ഹിസ് പോയറ്റിക്സിൽ ഇതിനെ ഒരു പ്രാധാന്യമാക്കിയിട്ട് അരിസ്റ്റോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് മാസ്റ്റർഫുള്ളി പോർട്രേറ്റ്സ് ഫേറ്റ്, ഐഡന്റിറ്റി ആൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ നോളജ്. സെറ്റ് ഇൻ തേബ്സ്, ദ പ്ലേ എക്സ്പ്ലോർസ് കിങ്സ് ഡിവാസ്റ്റേറ്റിംഗ് ജേർണി ടുവേർഡ്സ് സെൽഫ് ഡിസ്കവറി. അപ്പൊ ഒരു കിങ് എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടുത്തെ കിങ്? ഇഡീപ്പസ് തന്നെയാണ്. ഇഡീപ്പസ് എന്ന കിങ്ങിന്റെ ഒരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ജേർണിയാണ്, ഒരു സെൽഫ് ഡിസ്കവറി നടത്തുന്ന ഒരു ജേർണിയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇനി സോഫോക്ലിസിനെ കുറിച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സോഫോക്ലിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ യൂണിറ്റിൽ, എന്നാലും നമുക്കൊന്ന് പറയാം. അദ്ദേഹം ഏകദേശം 496 to 406 BCE ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രേറ്റസ്റ്റ് ട്രജേഡിയൻസ് ഓഫ് ആൻഷ്യന്റ് ഗ്രീസ് ആണ്. ആൻഡ് ഹി ട്രാൻസ്ഫോംഡ് ഗ്രീക്ക് തിയേറ്റർ ബൈ ഇൻട്രൊഡ്യൂസിങ് തേർഡ് ആക്ടർ.
ഓർക്കുന്നുണ്ട് വിചാരിക്കുന്നു. തേർഡ് ആക്ടർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആളും കൂടിയാണ്. അങ്ങനെ എക്സ്പാൻഡിങ് ഡ്രമാറ്റിക് പോസിബിലിറ്റീസ് ആൻഡ് ഡീപ്പനിങ് ക്യാരക്ടർ ഇന്ററാക്ഷൻ ഓൺ സ്റ്റേജ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഏർലി ലൈഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എയ്ത്തൻസിലായിരുന്നു ഏകദേശം അല്ലെ. അങ്ങനെ ഈസ്കിലസിന്റെയും യൂറിപ്പിഡസിന്റെ ഒക്കെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ 90 വർഷത്തോളം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ദെൻ ഡ്രമാറ്റിക് ഇന്നോവേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് റോട്ട് ഓവർ 120 പ്ലേസ്, പക്ഷെ അതിൽ 7 എണ്ണമാണ് സർവൈവ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ തേർഡ് ആക്ടർ ടു ദ സ്റ്റേജ്, ഗ്രേറ്റ്ലി എൻറിച്ചിങ് ഡ്രമാറ്റിക് ഡയലോഗ് ആൻഡ് കോൺഫ്ലിക്ട്. ഓൾസോ ഇംപ്രൂവ്ഡ് പെയിന്റഡ് സീനറി ആൻഡ് സ്റ്റേജ് ക്രാഫ്റ്റ്. മേജർ വർക്ക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇഡീപ്പസ് തന്നെയാണ്. ഇഡീപ്പസ് റെക്സ്, ഇഡീപ്പസ് അറ്റ് കോളനസ്, ദെൻ ആന്റിഗോൺ, ഇലക്ട്ര, ആജാക്സ് ആൻഡ് ഫിലോക്ടേറ്റ്സ് അല്ലെ. ഇഡീപ്പസ് റെക്സ് എന്നാണ് മാസ്റ്റർ പീസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇഡീപ്പസ് റെക്സ് ആണ് കേട്ടോ. ഇനി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. എന്താണ് ബാക്ക്ഗ്രൗണ്ട്? തേബ്സ് അല്ലെ. തേബ്സ് എന്ന് പറയുന്ന സിറ്റിയാണ് നമുക്ക് ഈ പ്ലേ തുടങ്ങുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി നമ്മുടെ കഥയിലേക്ക് വരാണ്. തേബ്സ് എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയക്കുന്ന അല്ലെങ്കിൽ കുറെ ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന ഒരു രോഗം, അതാണ് പ്ലേഗ്. പ്ലേഗ് അവിടെ പിടിപെടുകയാണ് ആ ഒരു രാജ്യത്തിന്. അങ്ങനെ അവിടുത്തെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാണ്, എന്താ പറയണ്ടേ, അല്ലെ, അവിടുത്തെ സാധാരണ ആളുകള് ഇത് കണ്ടിട്ട് ഭയക്കുകയാണ്. സോ ദ പ്ലേ ഓപ്പൺസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റോയൽ പാലസ് ഇൻ തേബ്സ്. തേബ്സിന്റെ ഒരു റോയൽ പാലസിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സിറ്റി എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ദേ ടെറിബിളി സഫറിങ് ഓഫ് ഡെഡ്ലി പ്ലാഗ്. ആൻഡ് അവിടുത്തെ ക്രോപ്സുകളെല്ലാം ഈ പ്ലാഗിന്റെ കാരണത്താൽ അവിടുത്തെ ക്രോപ്സ് വിളകളെല്ലാം നശിക്കുന്നുണ്ട്. ആനിമൽസ് എന്ത് ചെയ്യാ, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മെനി പീപ്പിൾ ഹാവ് ലോസ്റ്റ് ദെയർ ലൈവ്സ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സിറ്റിസൺസ് വിചാരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്തോ അവര് അന്ധമായി ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരും കൂടി ആയിരുന്നു ആ കാലഘട്ടത്തിലെ ആളുകൾ. അപ്പൊ ഗോഡിന്റെ എന്തോ ഒരു കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഗോഡ് അല്ലെ അവരിൽ ദേഷ്യപ്പെട്ടിട്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം അവിടെ വന്നിട്ടുള്ളത് എന്നാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രീസ്റ്റുകള് എന്ത് ചെയ്തു വെച്ചാൽ അവരുടെ കുട്ടികളെയും എൽഡർലി പീപ്പിളെയും ഒക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു, ആ പാലസിലേക്ക് പോയി. ഓക്കെ, എന്താ ഇഡീപ്പസ് റെക്സ് മീൻസ് എഡീപെക്സ് എന്ന് പറയുന്ന കിങ്ങിന്റെ പാലസിലേക്ക് പോയിട്ട് സഹായം ആവശ്യപ്പെട്ടു പോവുകയാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള രീതിക്ക്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ കിങ്ങിനെയാണല്ലോ അവിടുത്തെ ജനങ്ങൾ അല്ലെ, പ്രതിനിധിയല്ല, എന്താ പറയണ്ടേ, പ്രജകള് ആശ്രയിക്കുക. അങ്ങനെ അവരുടെ എല്ലാം വളരെ എന്താ പറയണ്ടേ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു എഡീപ്പസ് എന്ന് പറയുന്നത്. വളരെ ഇന്റലിജന്റ് ആയിരുന്നു, കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റൂളറും കൂടിയായിരുന്നു ഇഡീപ്പസ് എന്ന് പറയുന്ന കിങ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിങ്ങിനെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇവരെല്ലാവരും നേരെ ആദ്യം പോയത് കിങ്ങിന്റെ അടുത്തേക്കാണ്. അപ്പൊ ഇഡീപ്പസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേജിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്യണം, ആളുകളെ അഡ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് ഇഡീപ്പസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് he already knows about their suffering and shares their pain അല്ലെ. അവിടെ നിലനിൽക്കുന്ന കാര്യം അവനറിയാം, ഓൾറെഡി അവനറിയാം, ആ ഒരു ദുഃഖത്തിൽ അവൻ പങ്കുചേരുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഈ ഒരു ക്രൈസിസ് അല്ലെ, വളരെ വലിയൊരു ക്രൈസിസ് ആണ് അത്. ഹി ഹാസ് ഓൾറെഡി ടേക്കൺ ആക്ഷൻ ബൈ സെൻഡിങ് ഹിസ് ബ്രദർ ഇൻ ലോ ക്രിയോൺ. അപ്പോ ഇതിനെ അല്ലെ ഈ ഒരു ക്രൈസിസിനെ അവൻ ഒട്ടും അവഗണിച്ചിട്ടില്ല. ഇഗ്നോർ ചെയ്യുന്നതിന് പകരം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആളുകൾ വരുന്നതിന് മുന്നേ ക്രിയോൺ എന്ന് പറയുന്ന കിങ്ങിന്റെ ബ്രദർ ഇൻ ലോ, അതായത് ഇഡീപ്പസ് കിങ്ങിന്റെ വൈഫിന്റെ അനിയൻ, അതാണ് ബ്രദർ ഇൻ ലോ. ക്രിയോൺ ആണ് ബ്രദർ ഇൻ ലോന്റെ പേര്. ക്രിയോണിനെ ഒരു ഒറാക്കിളിന്റെ അടുത്തേക്ക് എഡീപ്പസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ടു നോ അബൌട്ട് ദിസ് ക്രൈസിസ് അല്ലെ. എന്തുകൊണ്ടാണ്? ഒറാക്കിൾ എന്ന് പറയുമ്പോൾ പ്രവാചകൻ എന്ന് നമ്മൾ പറയും. ഒറാക്കിൾ ആയിട്ടുള്ള അപ്പോളയിലെ ഒറാക്കിൾ ആയിട്ടുള്ള ആളെ ഡൽഹിയിലേക്കാണ് കാണാൻ വിട്ടയച്ചിട്ടുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സിറ്റി ഇത്തരത്തിലുള്ള ഒരു പണിഷ്മെന്റ് ഇപ്പോ നേടിയെടുക്കുന്നത്, അങ്ങനെ ഈ പ്ലാഗ് എങ്ങനെയാണ് ഇവിടെ നിർത്തലാക്കാൻ പറ്റുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയോണിനെ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കിങ് പറയാണ്. സോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ immediately presents Oedipus as a responsible king
ഹു ജെനുവൻലി കെയേഴ്സ് ഫോർ ഹിസ് പീപ്പിൾ. അപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ, ഈ ഒരു സീനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഹൗ അല്ലെ എത്രത്തോളം നല്ല ഒരു റൂളറാണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള തന്റെ പ്രജകളെ സംരക്ഷിക്കുന്ന അല്ലെ ഒരു കെയർഫുൾ ആയിട്ടുള്ള കിങ് ആണ് എഡീപ്പസ് എന്ന് റീഡേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം, ഈ ക്രിയോൺ ഈ പ്രൊഫറ്റിനെ കണ്ടിട്ട് വേഗം തിരിച്ചു വരുന്നുണ്ട്, ഡൽഹിയിൽ നിന്നും തിരിച്ചു വരുന്നുണ്ട്. അപ്പോ എന്താണ് നമ്മുടെ ക്രിയോണിന് പ്രോഫറ്റ് ഒറാക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ അവൻ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ട്. അതായത് എന്താ വെച്ചാൽ പ്ലാഗ് ഈസ് എ പണിഷ്മെന്റ് ബിക്കോസ് ദ മർഡർ ഓഫ് ദ ഫോർമർ കിങ് ലയസ്. അപ്പൊ ഇതിനു മുന്നേ ലയസ് എന്ന് പറയുന്ന കിങ്ങിനെ കൊന്നിട്ടുണ്ട്. സോ ആ ഒരു കൊന്നതിന്റെ പാപം എന്നുള്ള രീതിക്ക്, ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിക്കാണ് പ്ലാഗ് ഈ ഒരു സിറ്റിയിൽ എന്ത് ചെയ്ത് കടന്നുകൂടിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും ഒരു അല്ലെ നെവർ ബീൻ ഫൗണ്ട് ഓർ ഫണിഷ്, ആ കിങ്ങിനെ കൊന്ന കാര്യം ആരും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത് ഒരു അതിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ഒറാക്കിൾ പറഞ്ഞിട്ടുണ്ട്. സോ ഒറാക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റി എന്ന് പറയുന്നത്, സിറ്റീനെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ പറ്റുക എന്നാണ് ഒറാക്കിൾ പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൺലി ബി സേവ്ഡ് ഇഫ് ദ മർഡർ ഇസ് ഡിസ്കവേർഡ് ആൻഡ് ഡ്രൈവൻ ഔട്ട് ഓഫ് തേബ്സ് ഓർ ബ്രോട്ട് ടു ജസ്റ്റിസ്. അങ്ങനെ ഈ ഒരു സിറ്റിയിൽ എങ്ങനെയാണ് ആ മരണം നടന്നത് അല്ലെങ്കിൽ ആ കൊലപാതകം നടന്നത് എന്ന് കണ്ടെത്തിയിട്ട് തേബ്സിൽ നിന്നും അല്ലെ ആ ജസ്റ്റിസിനെ പുറത്തു കൊണ്ടുവന്നാലേ ഈ ഒരു പ്ലേഗ് എന്ന് പറയുന്ന ക്രൈസിസ് അവിടെ നിന്ന് വിട്ടുപോകുള്ളൂ എന്നാണ് ആര് പറയുന്നത്, ഒറാക്കിള് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സോ ക്രിയോൺ വന്നിട്ട് ഈ ഒറാക്കിള് പറയുന്ന കാര്യം എന്ത് ചെയ്യാണ്, പാലസിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പറയാണ്. അപ്പൊ ഇത് കേട്ട ശേഷം ഇഡീപ്പസ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇഡീപ്പസ് പബ്ലിക് ആയിട്ട് ഒരു കാര്യം പ്രോമിസ് ചെയ്യാണ്. ഈ ഒരു ഇത്തരത്തിലൊരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. അതായത് ഓൾദോ ഹി നെവർ ന്യൂ ലയേഴ്സ് പേഴ്സണലി, ലയേഴ്സ് എന്ന് പറയുന്ന കിങ്ങിന് ഇതിന് മുന്നേ എന്നോ കൊല്ലപ്പെട്ട കിങ് ആണ്. അപ്പൊ ലയേഴ്സിനെ ഒരിക്കലും എഡീപ്പസിന് അറിയില്ല, പേഴ്സണലി അറിയില്ല. പക്ഷെ എന്താണ്, he declares that he will investigate the crime as if Laius were his own father. അപ്പോൾ അവൻ അന്വേഷിക്കും. കാരണം ഈ ഒരു അതായത് തന്റെ അച്ഛനാണോ ഈ കിങ് ലയസ് എന്നുള്ള കാര്യം ആരന്വേഷിക്കും എന്നാ പറയുന്നത്, ഒഡീപ്പസ് അല്ല, ഇഡീപ്പസ് എന്താണ് ഉറപ്പ് നൽകുകയാണ്. കാരണം അവൻ അറിയില്ല, ലയസ് എന്ന് പറയുന്ന കിങ്ങിനെ അറിയില്ല. പക്ഷെ ഈ ഒരു തേബ്സ് എന്ന സിറ്റിയിലെ കിങ് ആണ് എന്നാണ് ആര് പറയുന്നത്, ഒറാക്കിൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് ആരുടെ അച്ഛനായിരിക്കും, ഇഡീപ്പസിന്റെ അച്ഛനായിരിക്കും. അപ്പൊ അത് താൻ അന്വേഷിക്കും, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രോമിസ് അവിടുത്തെ ആളുകൾക്ക് കൊടുക്കുകയാണ്. And he even pronounces a curse upon the murderer, saying that the guilty person will live a life of misery and exile. അപ്പം ഇൻ കേസ് അങ്ങനെ ഒരാളെ, ആ കൊലപാതകത്തിന് കാരണമായ ആളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, അല്ലെ വേണ്ട ശിക്ഷ അവന് കൊടുക്കുമെന്നും പറയുന്നുണ്ട്. Ironically, the audience already knows that this curse will eventually fall upon Oedipus himself. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, എന്താന്ന് വെച്ചാല് ആ ഒരു ശാപം അവനവിടെ ശപിക്കുകയാണ്. എഡീപ്പസ് ഇങ്ങനെ ശപിക്കുകയാണ്, ഒരിക്കലും എന്താണ് നല്ലൊരു ജീവിതം ജീവിക്കാൻ ആ ഒരു കൊലപാതകിക്ക് പറ്റില്ല എന്നുള്ള കാര്യം ആര് ശപിക്കുകയാണ്, എഡീപ്പസ് ശപിക്കുകയാണ്. പക്ഷേ ഐറോണിക്കലി, വിരോധാഭാസമായിട്ട് എന്താ ഒരു കാര്യം അവിടുത്തെ ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു ശാപം ചെന്ന് പതിക്കുന്നത് ഇഡീപ്പസിലേക്ക് തന്നെയാണ് എന്നുള്ളത് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഓർക്കുകയാണ്. ഓക്കെ, അതായത് അവിടുത്തെ ആളുകൾക്ക് അതറിയാം. കാരണം എന്താന്ന് വെച്ചാല് ഇഡീപ്പസ് തന്നെയാണ് തന്റെ അച്ഛനെ കൊന്നിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ അത് ഇഡീപ്പസിന് അറിയില്ല, ബാക്കിയുള്ള ആളുകൾക്ക് അറിയും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആ കഥ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഡ്രമാറ്റിക് ഐറണി ഇൻ ദ പ്ലേ. അപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഐറണി എന്നുള്ളത്. സോ ഇതാണ് ഏറ്റവും മുൻ കാലഘട്ടത്തിലെ ഡ്രാമയിൽ വന്നിട്ടുള്ള ഒരു ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയണ്ടേ ലിറ്റററി ഫോം എന്നുള്ളത്. അത് ഈ ഒരു പ്ലേയിലൂടെയാണ് ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇഡീപ്പസ് എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇഡീപ്പസ് കുറച്ച് ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ആൻഡ് ഹി സമ്മോൺസ് ദ ഫേമസ് ബ്ലൈൻഡ് പ്രോഫറ്റ് ടൈറിയാസിസ്. ടൈറിയാസിസ് എന്ന് പറയുന്ന കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പ്രോഫറ്റിനെ
പ്രോഫറ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു പ്രവാചകനെ വിളിക്കുന്നുണ്ട്. ആൻഡ് ഹൂ ഈസ് ബിലീവ്ഡ് ടു പൊസസ് ഡിവൈൻ നോളജ്. അപ്പോൾ ഇഡീപ്പസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈറിയസസ് എന്ന് പറയുന്ന പ്രൊഫറ്റ് ഏറ്റവും വലിയ അറിവുള്ള ഒരാളാണെന്നാണ്. സോ ടൈറിയാസസ് അറൈവ്സ് ബട്ട് റെഫ്യൂസസ് ടു റിവീൽ വാട്ട് ഹി നോസ്. പക്ഷെ ആ പ്രൊഫറ്റ് അവിടെ എത്തുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ആ സത്യം തുറന്നു കാണിക്കാൻ അല്ലെങ്കിൽ റിവീൽ ചെയ്യാൻ ഒരിക്കലും പ്രോഫറ്റ് തയ്യാറാവുന്നില്ല. He tells Oedipus that some truths are too painful to hear and advises him to stop searching for the murderer. അപ്പൊ എഡീപ്പസിനോട് ടൈറിയാസസ് പറയുന്നുണ്ട്, ചില സത്യങ്ങൾ അല്ലെ വളരെ വേദനാജനകമായിരിക്കും, അതുകൊണ്ട് നീ ഇപ്പോ ആ ഒരു മർഡറിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ആ മർഡറിന്റെ പിന്നാലെ പോകുന്നത് ചിലപ്പോൾ നിനക്ക് പെയിൻഫുൾ ആയി മാറിയിരിക്കും, അതുകൊണ്ട് നീ അത് നിർത്തണമെന്ന് പ്രോഫറ്റ് ടൈറിയാസസ് ആരോട് പറയാണ്? എഡീപ്പക്സിനോട് പറയാണ്. പക്ഷെ എഡീപ്പസ് ഇത് കേട്ടിട്ട് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. കാരണം ഒരു കിങ്ങിനെ കൊന്നിട്ട് ആ ഒരു കൊലപാതകം ചെയ്ത ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മുടെ എഡീപ്പക്സ്. പക്ഷെ അതിന് ഈ ഇത്രയും നോളജബിൾ ആയിട്ടുള്ള പ്രൊഫറ്റ് സമ്മതിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ അവൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവാണ്. എന്നിട്ട് ടൈറീസിയസിനെ അക്യൂസ് ചെയ്യുന്നുണ്ട് ഓഫ് റിഫ്യൂസിങ് ടു ഹെൽപ്പ് ദ സിറ്റി. ആ സിറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കാത്തതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവനെ അക്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ടൈറിയാസസ് ഫൈനലി ഒരു കാര്യം പറയുന്നത്, ഒരു ഷോക്കിംഗ് ട്രൂത്ത് അല്ലെ ആരോട് പറയുന്നത്? എഡീപ്പസിനോട് പറയുന്നുണ്ട്. കാരണം ഇനി ഈ കോൺവെർസേഷൻ തുടർന്നു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഒരു ഫൈറ്റ് ആവും. അപ്പോ അതിനു മുന്നേ തന്നെ ട്രൂത്ത് തുറന്നു പറയാം അല്ലെ, ട്രൂത്ത് തുറന്നു പറയാം എന്നുള്ള ഒരു രീതിക്ക് ആരെത്തുകയാണ്? ടൈറിയാസസ് എത്തുകയാണ്. എന്നിട്ട് പറയാണ്, ഇഡീപ്പസ് ഹിംസെൽഫ് ഇസ് ദ മർഡർ ഓഫ് കിങ് ലയസ്. ഇഡീപ്പസ് തന്നെയാണ് കിങ് ലയസിനെ കൊന്ന കൊലപാതകി എന്നുള്ളൊരു സത്യം ടൈറിയാസസ് അവിടെ പറയുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ ഒരിക്കലും അത് എഡീപ്പസിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തപ്പോ സംഭവം അല്ലെ? ഈ ഒരു അക്യൂസേഷൻ അവൻ ഒരിക്കലും ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ പ്രോഫിറ്റ്സിന്റെ വേർഡ്സുകൾ അവൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അവൻ വളരെയധികം ആംഗ്രി ആവുകയും എന്ത് ചെയ്യാണ്? ഈ ടൈറിയാസസ് എന്ന് പറയുന്ന പ്രോഫറ്റിനെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യണം. താൻ എന്തൊരു വിഡ്ഢിയാടോ, താൻ എന്തൊക്കെ നീ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഫൈറ്റ് ചെയ്യാണ് അവിടെ. അങ്ങനെ he accuses him of lying and even claims that Tyreasus has joined hands with Creon in a conspiracy to seize the throne എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇവൻ ഒരു കാര്യം പറയാണ്, അതായത് എഡീപ്പസ് പറയാണ്, ഈ ക്രിയോൺ തന്റെ ബ്രദർ ഇൻ ലോയും ഇപ്പൊ ഈ പറഞ്ഞ പ്രൊഫറ്റ്സ് ഒക്കെ എല്ലാവരും കൂടി എന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണെന്നാണ് എഡീപ്പസ് പറയുന്നത്. കാരണം തന്നെ പുറത്താക്കി കഴിഞ്ഞാൽ ആ ഒരു ക്രൗൺ ആർക്ക് ധരിക്കാം, അല്ലെങ്കിൽ ആ ത്രോണില് അല്ലെ പുതിയ അവകാശി വരുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കള്ളക്കഥകൾ, കോൺസ്പിറസീസ് ഉണ്ടാക്കുകയാണ് എന്നാണ് എഡീപ്പസ് അവിടെ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ ടൈറിയാസസ് എന്ത് ചെയ്യാണ്? ഇഡീപ്പസിന്റെ അടുത്ത് വളരെ കാമായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതായത് ഇഡീപ്പസ് ഇസ് ബ്ലൈൻഡ് ടു ദ ട്രൂത്ത് അബൌട്ട് ഹിസ് ഓൺ ലൈഫ്. ശരിക്കും പറഞ്ഞ ഇഡീപ്പസിന്റെ ലൈഫിനെ കുറിച്ചിട്ട് നിനക്ക് യാതൊന്നും, അതായത് നിന്റെ ലൈഫിനെ കുറിച്ച് നിനക്ക് യാതൊന്നും അറിയില്ല എന്നുള്ളത് പറയാണ് പ്രൊഫറ്റ് പറയാണ്. അങ്ങനെ ടൈറിയസസ് ഫിസിക്കലി ബ്ലൈൻഡ്. ടൈറിയസസ് എന്ന് പറയുന്ന പ്രോഫറ്റ് പ്രോഫറ്റിനെ കണ്ണു കാണില്ല, പക്ഷെ സ്പിരിച്വൽ ഇൻസൈറ്റ് അല്ലെ, ആത്മീയത എന്ന് പറയുന്ന സാധനം, ഉള്ളിലുള്ള കാഴ്ച ശക്തി, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള വീഴ്ച, നമ്മൾ പറയില്ലേ കാഴ്ചയുടെ കോൺ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു ഇൻസൈറ്റ് കൂടുതലുള്ള ആളാണ് ടൈറിയസിയാസ്. പക്ഷെ എഡീപ്പസ് എന്താ പറയുന്നത്? എഡീപ്പസിന് നല്ലൊരു ഐസൈറ്റ് ഉണ്ട്, പെർഫെക്റ്റ് ഐസൈറ്റ് ആണ്. പക്ഷെ എന്താണ് അയാളുടെ മുന്നിൽ നടക്കുന്ന റിയാലിറ്റി എന്ന് മനസ്സിലാക്കാനുള്ള ക്യാപ്പബിലിറ്റി ആർക്കില്ല? എഡീപ്പസിന് ഇല്ല. അങ്ങനെ ടൈറിയസിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ട്രൂത്ത് വിൽ സൂൺ കം ടു ലൈറ്റ് ആൻഡ് ദാറ്റ് എഡീപ്പസ് വിൽ ഡിസ്കവർ ദാറ്റ് ഹി ഈസ് ബോത്ത് ദ സൺ ആൻഡ് ഹസ്ബൻഡ് ഓഫ് ദ സെയിം ഫാമിലി ആസ് വെൽ ആസ് ദ ഫാദർ ആൻഡ് ബ്രദർ ഓഫ് ഹിസ് ഓൺ ചിൽഡ്രൻ. അങ്ങനെ ഒരു കാര്യം അവിടെ പ്രൊഫറ്റ് പറയുന്നുണ്ട്. അതായത് ട്രൂത്ത് വളരെ പെട്ടെന്ന് തന്നെ എഡീപ്പസെ നീ ട്രൂത്ത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. അപ്പൊ എന്താണ് ട്രൂത്ത് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പോ ട്രൂത്ത് ഇതാണ്, അതായത് നീ തന്നെയാണ് ഇപ്പൊ നിന്റെ ഫാമിലിയിലെ മകനും ഹസ്ബൻഡും എന്നാണ് പറയുന്നത്. അതുപോലെ നിന്റെ മക്കളുടെ അനുജനും അച്ഛനും നീയാണ് എന്നുള്ളൊരു കാര്യം നീ വൈകാതെ മനസ്സിലാക്കും എന്ന് പറയാണ്. സോ ഈ വേർഡ്സുകള്, ഈ പ്രൊഫറ്റ് പറയുന്ന ഈ കാര്യങ്ങളൊന്നും എഡീപ്പസിന് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല.
അല്ലെ ഒരിക്കലും പോസിബിൾ ആവാത്ത കാര്യങ്ങളാണ് പ്രൊഫറ്റുകള് അല്ലെ പ്രൊഫറ്റ് ഇരുന്ന് പറയുന്നത്. സോ ഇത് വളരെയധികം അവന്റെ കൺമുന്നിൽ ഇങ്ങനെ ഒരു ഫോർ ഷാഡോ പോലെ നിൽക്കുന്നതും ടെറിബിൾ ആയിട്ടുള്ള റെവലേഷൻസ് ഒക്കെയാണ് ഈ ഒരു പ്ലേയില് ലാസ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്ന് പറയുന്ന അല്ലെ ഈ ഒരു പ്ലേയില്. അങ്ങനെ ടൈറിയാസസ് എന്ത് ചെയ്യാണ്, പ്രൊഫറ്റ് ഇത് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. പക്ഷെ ഇഡീപ്പസ് റിമെയിൻസ് കൺവിൻസ്ഡ് ദാറ്റ് ക്രിയോൺ ആൻഡ് ടൈറിയാസസ് ആർ പ്ലോട്ടിങ് അഗൈൻസ്റ്റ് ഹിം. അപ്പൊ ഇതൊക്കെ പറഞ്ഞാലും ഇഡീപ്പസ് അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇവര് രണ്ടുപേരും എന്നെ കുടുക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥ ഉണ്ടാക്കുക തന്നെയാണ് ഇഡീപ്പസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ അവന്റെ ആങ്കർ, ഇഡീപ്പസിന്റെ ആങ്കറും പ്രൈഡും ഒക്കെ എന്ത് ചെയ്യാണ്, അവനെ ഒരിക്കലും പ്രോഫറ്റ്സിന്റെ വേർഡ് അംഗീകരിക്കുന്നതിൽ നിന്ന് അവനെ പിന്നിലേക്ക് വലിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കോറസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്ലേയിൽ കോറസ് ഉണ്ട് അല്ലെ, ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ, അവരെയാണ് കോറസ് എന്ന് പറയുന്നത്. ആ കോറസ് പീപ്പിൾ ഓഫ് തേബ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺഫ്യൂഷനിൽ എത്തുന്നുണ്ട്. ഓക്കെ, സോ ദേ റെസ്പെക്ട് ടൈറിയാസസ് ബിക്കോസ് ഓഫ് ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ട്രൂത്ത്ഫുൾ പ്രൊഫറ്റ്, ബട്ട് ദേ ഓൾസോ അഡ്മയർ ഇഡീപ്പസ് ബിക്കോസ് ഹി വൺസ് സേവ്ഡ് തേബ്സ് ഫ്രം ദ സ്വിനിങ്സ്. ഓക്കെ, സ്വിങ്സ്. അപ്പോ ഈ ആളുകൾ, കോറസ് എന്ന് പറയുന്ന ഈ ആളുകള് പ്രൊഫറ്റിനെയും ഇഡീപ്പസിനെയും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുകയും അഡ്മയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് പ്രൊഫറ്റ് എന്ന് പറയുമ്പോൾ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള സ്പിരിച്വൽ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഇഡീപ്പസ് എന്ന് പറഞ്ഞാല് ഇവരെ, അതായത് ഈ തേബ്സ് എന്ന് പറയുന്ന നഗരത്തെ സ്ഫിൻക്സ് എന്ന് പറയുന്ന വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷിച്ച ഒരാളാണ്. അപ്പൊ അത്രയും എന്താ പറയണ്ട, അത്രയും വേണ്ടപ്പെട്ട ഒരു കിങ് ആണ് തേബ്സിലെ ആളുകൾക്ക്. അപ്പൊ രണ്ടുപേരെയും അവരെന്ത് ചെയ്യുക, തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ അവിടുത്തെ ആളുകളുടെ ഇടയിലുള്ളത്. ആരെ വിശ്വസിക്കണം എന്ന് ഇപ്പൊ അവർക്ക് അറിയുന്നില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നത് ടൈറിയാസസ് എന്താ ചെയ്യാ, അങ്ങനെ അവിടുന്ന് പോയി എന്ന് പറയുന്നില്ലേ. എന്നിട്ട് ടൈറിയാസസ് പറഞ്ഞ കാര്യങ്ങള് ഇഡീപ്പസിനെ വളരെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ ഓക്കെ, അങ്ങനെ ഈ ടൈറിയാസസ് എന്ത് ചെയ്യുന്നുണ്ട്, തന്നെ വളരെയധികം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. കൊലയാളിയാണ് താനാണ് എന്ത് കൊലയാളി അല്ലെ, എന്താണ് ലാസിനെ കൊന്നത് താനാണ്. അതുപോലെ ക്രിയോണിന്റെ കൂടെ കൂടിയിട്ട് അല്ലെ വളരെയധികം എന്താണ് കോൺസ്പിറസീസ് താൻ സൃഷ്ടിച്ചു എന്നൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്, ഇഡീപ്പസ് അങ്ങനെയാണ് വിശ്വസിച്ചത്. പക്ഷേ എന്താ ക്രിയോൺ എന്ന് പറയുന്ന ബ്രദർ ലോനെ സംബന്ധിച്ചിടത്തോളം ക്രിയോണിന് അടുത്ത കിങ് ആവണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈറിയാസിനെ ഉപയോഗിച്ചിട്ട് തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആര് ചെയ്യുന്നത്, ക്രിയോൺ ചെയ്യുന്നത് എന്നും ആര് വിചാരിച്ചിട്ടുണ്ട്, നമ്മുടെ ഇഡീപ്പസ് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ ക്രിയോൺ എവിടെ എത്തുന്നുണ്ട്, പാലസിലേക്ക് എത്തുന്നുണ്ട്. അപ്പോ ക്രിയോണിനെതിരെയും ഇഡീപ്പസ് കുറെ അല്ലെ എന്താണ് കുറെ കൺജങ്ഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഒഡീപ്പസ് എന്ന് പറയാം, നമുക്ക് ഇഡീപ്പസ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇഡീപ്പസിനോട് ശാന്തമായിട്ട് ആര് സംസാരിക്കുകയാണ്, ക്രിയോൺ സംസാരിക്കുകയാണ്. അപ്പൊ ക്രിയോണിനെ കുറിച്ച് ഇഡീപ്പസ് മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എന്ന് ക്രിയോൺ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്താ വെച്ചാ, എനിക്ക് ഈ സിറ്റി ഭരിക്കണം എന്നൊന്നുമില്ല എന്ന് ആര് പറയാണ്, ക്രിയോൺ പറയാണ്. അങ്ങനെ രാജാവിന്റെ അടുത്ത് നിന്ന് അധികാരവും ബഹുമാനവും ഒന്നും ലഭിക്കുന്ന ജീവിതമാണ് താൻ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ എന്താണ് ഈ രാജ്യം ഭരിക്കണം എന്നൊന്നും തനിക്കില്ല എന്നാണ് ആര് പറയുന്നത്, ക്രിയോൺ പറയുന്നത്. ഓക്കെ, സോ രാജാവാൻ അല്ലെ അടുത്ത കിങ് ആവാനൊന്നും അവന് തീരെ താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇഡീപ്പസിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടത്തേണ്ട കാര്യമൊന്നും തനിക്കില്ല എന്നും ഒഡീപ്പസിനോട് ആര് പറയുന്നുണ്ട്, ക്രിയോൺ പറയുന്നുണ്ട്. പക്ഷെ ഒഡീപ്പസ് എന്ത് ചെയ്യാണ്, ക്രിയോണിന്റെ വാക്കുകൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ബിലീവ് ചെയ്യുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവര് പറഞ്ഞ കഥകളാണ് അല്ലെ. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്, ക്രിയോണിനെ വളരെയധികം രാജ്യത്ത് ദ്രോഹം ചെയ്ത രാജ്യദ്രോഹി എന്ന് നമ്മൾ പറയില്ല, അങ്ങനെ വിളിക്കുകയും എന്താണ് ഇവൻ എന്ത് ചെയ്യണം, ഇവിടുന്ന് എക്സൈൽ ചെയ്യണം അല്ലെ, എക്സിക്യൂട്ട് ചെയ്യണം, പുറത്താക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കോറസ് ആ ഒരു സീനിൽ ഇടപെടുന്നുണ്ട്. അതായത് അവിടുത്തെ ആളുകൾ ഇടപെടുന്നുണ്ട്. അതായത്
ഇപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആംഗ്രിനെസ്സിലൂടെ അല്ല, മറിച്ച് എന്താണ്, വളരെ ഇന്റലിജന്റ് ആയിട്ട് പെരുമാറണം, അല്ലെ, തീരുമാനം എടുക്കണം എന്ന് അവര് പറയുന്നുണ്ട്. അവര് ഇഡീപ്പസിന്റെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കോറസ് വളരെയധികം ഒരു പീസ്ഫുൾ ആയിട്ട്, അല്ലെ, ഒരു പീസ് വോയിസ് ആയിട്ടാണ് അവിടെ ഇപ്പൊ അവര് ആക്ട് ചെയ്യുന്നത്. സോ ഇപ്പൊ ഈ ഒരു അവള് ഭയങ്കര വാക്തർക്കം നടക്കുകയാണ്, അല്ലെ, കോൺഫ്ലിക്ട് ഓഫ് വേർഡ്സ് തമ്മിൽ നടക്കുകയാണ്, ക്രിയോണും ഇഡീപ്പസും ഒക്കെ തമ്മിൽ. അവിടേക്കാണ് നമ്മുടെ ജൊക്കാസ്റ്റ എന്ന് പറയുന്ന ആള് വരുന്നത്. ഓക്കെ, ജൊക്കാസ്റ്റ ആരാണ്? ജൊക്കാസ്റ്റ എന്ന് പറയുന്നത് വൈഫാണ്. ഓക്കെ, ഇഡീപ്പസിന്റെ ഇപ്പത്തെ വൈഫാണ് ജൊക്കാസ്റ്റ. അപ്പൊ ജൊക്കാസ്റ്റ അവിടെ വരുന്നുണ്ട്. അവര് ഇഡീപ്പസിന്റെ ഇപ്പത്തെ ഭാര്യയും അതുപോലെ തന്നെ ക്രിയോണിന്റെ സഹോദരിയും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇരുവരും തമ്മില് ഉള്ള ഒരു തർക്കം, എന്തിനാണ് ഇപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നേ എന്ന് ജൊക്കാസ്റ്റ അങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇഡീപ്പസ് ടൈറീസീസിന്റെ പ്രവചനം, അല്ലെ, അവൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രജുഡൈസ് ക്രിയോണിന് എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെ, ഉള്ള കാര്യങ്ങളൊക്കെ, തന്റെ സംശയങ്ങളൊക്കെ ജൊക്കാസ്റ്റയോട് പറയുന്നുണ്ട്. അപ്പൊ ഇഡീപ്പസിന്റെ ആ ഒരു പേടി ഇങ്ങനെ അകറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി ജൊക്കാസ്റ്റ ഒരു പഴയ കാര്യം, പാസ്റ്റിൽ നടന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുൻപ്, അല്ലെ, പാസ്റ്റ് ഇയേഴ്സ് എഗോ, അല്ലെങ്കിൽ ഫ്യൂ ഇയേഴ്സ് എഗോ, തന്റെ, അല്ലെ, അവളുടെ ജൊക്കാസ്റ്റയുടെ ഭർത്താവാണ് ഈ കിങ് ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കിങ് ലെയേഴ്സിന് ഒരു ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയണ്ട, സ്റ്റോറിന്റെ ഉള്ളിലെ സ്റ്റോറി നടക്കുന്നത് കേട്ടോ. അതായത് തന്റെ മകനുണ്ട്, കിങ് ലെയേഴ്സിന് ഒരു പ്രവചനം, ഇതേപോലെ തന്നെ ഒരു പ്രജുഡൈസ്, ഒരു പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രൊഫസി, അല്ലെ, അനുസരിച്ച് എന്താന്ന് വെച്ചാല് ലയസ് എന്ന് പറയുന്ന കിങ്ങിന് തന്റെ സ്വന്തം മകൻ അദ്ദേഹത്തെ കൊല്ലുകയും സ്വന്തം അമ്മയെ വിവാഹം കഴിക്കുകയും ചെയ്യും. ഇതാണ് ഒരു വിധി എന്നുള്ളൊരു കാര്യം പ്രൊഫറ്റ് ഏതോ ഒരു പ്രൊഫറ്റ് കിങ് ലെയസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ജൊക്കാസ്റ്റ പറയുകയാണ്. സോ ഈ ഒരു ദുരന്തം ഒഴിവാക്കാനായിട്ട് തനിക്ക് തന്റെ ആദ്യത്തെ കുട്ടി ജനിച്ചു. അപ്പൊ ഇത് കേട്ട ശേഷം കിങ് ലെയേഴ്സിന് ഒരിക്കലും അങ്ങനെ നടക്കരുത് എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടി, ആ ഒരു വലിയൊരു ദുരന്തം, ആ ട്രാജഡി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ജനിച്ച ആ കുഞ്ഞിന്റെ 2 കാലും കൂട്ടിക്കെട്ടിയിട്ട് ഒരു മലയില്, അല്ലെ, ഉപേക്ഷിച്ചതായിട്ടും ജൊക്കാസ്റ്റ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കിങ് ലെയേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ജൊക്കാസ്റ്റ ഇപ്പൊ അവിടെ പറയുകയാണ്. അതിനാല് ഈ ഒരു പ്രവചനം ഒരിക്കലും സത്യമല്ല എന്നുള്ളത് ആര് പറയാണ്? ഇപ്പൊ ഈ നടക്കുന്ന പ്രവചനം ഒരിക്കലും സത്യമല്ല എന്ന് ജൊക്കാസ്റ്റ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് ജൊക്കാസ്റ്റ എങ്ങനെയാണ് കിങ് ലെയേഴ്സ് മരിച്ചതെന്നും അവിടെ പറയുന്നുണ്ട്. അതായത് 3 വഴികൾ കൂടി ചേരുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് ക്രോസ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇതിലെ ക്രോസ് റോഡ് 3 പാർട്സുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലം. അങ്ങനെ ആ ഒരു സ്ഥലത്ത് വെച്ചാണ് കുറച്ച് കള്ളന്മാര് ചേർന്നാണ് ലയസിനെ കൊന്നത് എന്നാണ് ജൊക്കാസ്റ്റ പറയുന്നത്. അപ്പൊ ഈ ഒരു വിവരം കേട്ടപ്പോ ഇഡീപ്പസിന്റെ മനസ്സിൽ വളരെ ഒരു ഡൗട്ട് ഉണ്ടായി. ഓക്കെ, എന്താ വെച്ചാ വർഷങ്ങൾക്ക് മുന്നേ, അല്ലെ, കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇഡീപ്പസും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ 3 വഴികൾ ചേരുന്ന ആ ഒരു ക്രോസ് റോഡില് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓൾഡ് മാനെ അദ്ദേഹം കൊന്നിട്ടുണ്ട്. ഈ ഇഡീപ്പസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. ആ ഒരു കാര്യം, അത് ഓൾഡ് മാൻ ആണ് എന്ന് ഇഡീപ്പസിന് ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു കാര്യം ഇഡീപ്പസിന് ഓർമ്മ വരികയാണ്. അപ്പോ ഇവര് ഭയങ്കരമായിട്ട് പേടിയാവാൻ തുടങ്ങി. അയ്യോ ഈശ്വര, ഇനിയിപ്പൊ ഞാൻ അന്ന് കൊന്ന ആ ഒരു ഓൾഡ് മാൻ ആണോ ഈ കിങ് ലെയേഴ്സ് എന്നുള്ള ഒരു കാര്യം അവനെ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അവനങ്ങനെ അലട്ടി തുടങ്ങി. സോ ജീവിതത്തിൽ ആദ്യമായിട്ട് ടാരിയാസസ് എന്ത് ചെയ്യുന്നുണ്ട്, ടാരിയാസസ് പറഞ്ഞ വാക്കുകള് ചിലപ്പോൾ ട്രൂത്ത് ആയിരിക്കാം എന്നുള്ളത് ഇഡീപ്പസ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഇഡീപ്പസ് തന്റെ പഴയ ജീവിതത്തെ കുറിച്ചിട്ട് ജൊക്കാസ്റ്റയോട് പറയാണ്. അതായത് ഇഡീപ്പസ് പണ്ട് കൊറിയന്ത് എന്നുള്ള സ്ഥലത്ത് രാജാവായിട്ടുള്ള പോളിബസ്, പോളിബസ് ആണ് ആ ഒരു സ്ഥലത്തെ രാജാവ്. പോളിബസും അതുപോലെ തന്നെ രാജ്ഞി, അവിടുത്തെ കിങ്ങിന്റെ വൈഫ് എന്ന് പറയുന്നത് മെറോപ്പ ആയിരുന്നു. മെറോപ്പയുടെ മകനായിട്ടാണ് വളർന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇഡീപ്പസ്. സോ ഒരു ദിവസം എന്താന്ന് വെച്ചാല്, ഒരു വിരുന്നിൽ ആരോ തന്നെ തന്നെ ഒരു ഓർഫൻ ആണ്, തന്നെ ദത്തെടുത്ത് വളർത്തിയതാണ് എന്ന്
പറഞ്ഞപ്പോ, അങ്ങനെ ദത്തെടുത്ത കുട്ടിയാണ് എഡീപ്പസ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു സംശയം തോന്നി. ഓക്കെ, അങ്ങനെ സംശയം തോന്നിയ എഡീപ്പസ് എന്ത് ചെയ്തു? ഡൽഹിയിലെ ഒരു ഒറാക്കിളിനെ പോയിട്ട് കാണാൻ പോയി. ഓക്കെ, സോ അവിടെ നിന്നിട്ട് ഒരു പ്രവചനം ആർക്ക് ലഭിച്ചു? നമ്മുടെ ഇഡീപ്പസിന് ലഭിക്കുകയായിരുന്നു. അതായത് ഒരു വളരെ പേടിപ്പെടുത്തുന്ന ഒരു പ്രജുഡൈസ് ഒരു പ്രവചനമായിരുന്നു, ഒരു പ്രൊഫസി ആയിരുന്നു ആർക്ക് കൊടുത്തത്? ഇഡീപ്പസിന് അന്ന് ആ ഒരു പ്രൊഫറ്റ് കൊടുത്തത്. അതായത് സ്വന്തം പിതാവിനെ നീ കൊല്ലും, അതായത് താൻ കൊല്ലുമെന്നും സ്വന്തം അമ്മയെ വിവാഹം കഴിക്കുമെന്നും എന്നായിരുന്നു ആ ഒരു പ്രൊഫസി. ഓക്കെ, ആ ഒരു പ്രവചനം ഇഡീപ്പസിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ഭയന്നു. അതായത് ഇഡീപ്പസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അച്ഛൻ ആരാണ്? കൊറിയന്തിലെ രാജാവായിട്ടുള്ള പോളിബസും അമ്മ മെറോപ്പും ആണ്. അപ്പൊ ഇവരെ അച്ഛനെ കൊന്നും അമ്മയെ കല്യാണം കഴിക്കാന്ന് അങ്ങനെ ഒരു വിധി തനിക്ക് ഉണ്ടെന്ന് കേട്ടപ്പോ എന്ത് ചെയ്യാണ് ഇഡീപ്പസ്? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, കൊറിയന്ത് എന്ന് പറയുന്ന സിറ്റി വിട്ടു പോവാണ്. ഓക്കെ, അവിടെ നിന്നാലല്ലേ ഈ സംഭവങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇഡീപ്പസ് അവിടുന്ന് വിട്ടുപോവാണ്. അങ്ങനെ ഇഡീപ്പസ് തന്റെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ആണെന്ന് വിശ്വസിക്കുന്ന പോളിബസിനെയും മൊറോപ്പേനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ ഈ യാത്രയുടെ ഇടയിൽ അവനിങ്ങനെ കൊറിയന്തിൽ നിന്നും മാറിപ്പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ക്രോസ് റോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്രോസ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു വൃദ്ധനുമായിട്ട്, അവിടെ നേരത്തെ പറഞ്ഞ ഒരു ഓൾഡ് മാനുമായിട്ട് വളരെയധികം വാക്തർക്കത്തിൽ ഏർപ്പെടുകയാണ്. എന്തോ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ചെയ്യുകയും ലാസ്റ്റ് ഇഡീപ്പസ് ആ ഒരു ഓൾഡ് മാനിനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജൊക്കാസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ രണ്ടുപേരും പറയുന്ന എഡീപ്പസ് പറഞ്ഞ അല്ലെങ്കിൽ എഡീപ്പസ് അനുഭവിച്ച കാര്യങ്ങളും ജൊക്കാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് എന്നുള്ളത് എഡീപ്പസിന് മനസ്സിലാകുകയാണ്. പക്ഷെ അവിടെ അന്ന് കിങ് ലെയസിനെ കൊന്നപ്പോ ഇഡീപ്പസ്, അത് കിങ് ലെയസ് എന്ന് അറിയില്ല, ആ ഓൾഡ് മാനിനെ കൊന്നപ്പോ ഒരു സാക്ഷി ഒരു ദൃക്സാക്ഷി, ഒരു വിക്ടിം അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുകയാണ്. ഓക്കെ, അപ്പോ ആ വിക്ടിം ഒരു ഷെപ്പേർഡ് ആയിരുന്നു, ഒരു ആട്ടിടയനായിരുന്നു. അങ്ങനെ ആ ഒരു ഷെപ്പേർഡിനെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അയാളെ വിളിച്ചു വരുത്താൻ ഇഡീപ്പസ് ആയിട്ടുള്ള കിങ് ഉത്തരവിടുകയാണ്. ഓക്കെ, സോ ആ ഒരു ഷെപ്പേർഡിന് മാത്രമേ എന്താണ് ശരിക്കുള്ള യഥാർത്ഥ സത്യം എന്താണെന്ന് പറയാൻ പറ്റൂ എന്നാണ് ഇഡീപ്പസ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗത്തിന്റെ അവസാനത്തിൽ ഇഡീപ്പസ് എന്ന് പറയുമ്പോൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി സഫറിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ഫിയർഡ്, ഭയങ്കര പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് തന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളിലും അതുപോലെ പ്രവചനങ്ങളും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് അദ്ദേഹം അങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങുന്ന നിമിഷം കൂടിയാണ് അത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഷനിൽ ബിഗിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് സെഷനിൽ ജൊക്കാസ്റ്റ എന്ത് ചെയ്യാണ്? ഇതൊക്കെ കേട്ടപ്പോ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഇഡീപ്പസിനെ കൺഫ്രോണ്ട് ചെയ്യാൻ കൺഫേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ഇപ്പോഴും അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, താനാണോ കിങ് ലയസിനെ കൊന്നത് എന്നുള്ളൊരു കാര്യത്തിലും വിഷമത്തിലൊക്കെയാണ് ആരിയ്ക്കുന്നത്? ഇഡീപ്പസ് നിൽക്കുന്നത്. അങ്ങനെ അവൾ ഒരു കാര്യം അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്, ഈ പ്രൊഫസീസുകളുടെ ഇടയിൽ ഒന്ന് പറഞ്ഞ കാര്യം ഓർത്ത് നിങ്ങൾ വിശ്വസിക്കേണ്ട. കാരണം എന്താ വെച്ചാ, ഷീ ബിലീവ്സ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് കനോട്ട് ട്രൂലി നോ ദ ഫ്യൂച്ചർ. ഒരിക്കലും ഒരു മനുഷ്യന് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പ്രവചനങ്ങളൊന്നും ശരിയാവണമെന്നില്ല, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് ആര് പറയാണ്? ജൊക്കാസ്റ്റ ഇഡീപ്പസിനെ പറഞ്ഞിട്ട് ഇങ്ങനെ കംഫോർട്ട് ചെയ്യാണ്. അങ്ങനെ ജൊക്കാസ്റ്റ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ഈ പ്രൊഫസികളൊക്കെ തെറ്റാണ്, അതൊരിക്കലും ശരിയാവില്ല, അതുകൊണ്ട് ഒരിക്കലും അതിനെ പേടിച്ച് ജീവിക്കരുത് എന്നൊക്കെ ജൊക്കാസ്റ്റ പറയുന്നുണ്ട്. പക്ഷെ അവൾ എന്ത് ചെയ്യാണ്? ഇഡീപ്പസിനെ ഓർമ്മിപ്പിക്കാനും റീഅഷറും ചെയ്യാണ്. കാരണം only increases the dramatic irony because the audience knows that the prophecy is gradually being fulfilled. അപ്പൊ അവിടുത്തെ ആളുകൾക്ക് ഒരു ഐറോണിക്കലി പറയുന്ന ഒരു കാര്യമാണ്, ജൊക്കാസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആളുകൾക്ക് ആ ഒരു പ്രൊഫസി ശരിയാകും എന്നുള്ള ഒരു കാര്യം നടക്കാൻ ഇടയുണ്ട് എന്നുള്ളൊരു കാര്യം ആളുകൾക്ക് അറിയാമെന്നും ആര് പറയുന്നുണ്ട്?
എന്താണ് കോറസ് പറയുന്നുണ്ട് അല്ലെ. അതൊരു ഒരു ഐറണിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ സൂൺ എ മെസ്സഞ്ചർ ഫ്രം കൊറിയന്ത് അറൈവ്സ് വിത്ത് വാട്ട് അപ്പിയേഴ്സ് ടു ബി ഗുഡ് ന്യൂസ്. അങ്ങനെ കൊറിയന്തിൽ നിന്നും ഒരു മെസ്സഞ്ചർ വരികയാണ്, ഒരു ദൂതൻ അല്ലെ, ഒരു ദൂതൻ ഒരു നല്ല ഗുഡ് ന്യൂസുമായിട്ട് അവിടെ വരുന്നുണ്ട്. അതായത് ഇഡീപ്പസിനോട് ഒരു കാര്യം പറയാണ്. കിങ് പോളിബസ്, അതായത് ഇഡീപ്പസിന്റെ അച്ഛൻ അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്, ഹൂം ഇഡീപ്പസ് ബിലീവ്സ് ടു ബി ഹിസ് ഫാദർ ഹാസ് ഡൈഡ് ഓഫ് ഓൾഡ് ഏജ് അല്ലെ, അങ്ങനെ മരിച്ചിട്ട് വളരെയധികം വയസ്സായിട്ട് അയാൾ അവിടെ മരിക്കുന്നുണ്ട് എന്ന് ഒരു കാര്യം വന്ന് പറയാണ്. സോ കൊറിയാന്തിലെ പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഡീപ്പസിനെ അവിടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇനി ഇഡീപ്പസിനെ അവിടുത്തെ രാജാവാക്കി മാറ്റണം എന്നാണ് അവിടുത്തെ കൊറിയാന്തിലെ ആളുകളുടെ ആഗ്രഹം എന്ന് അവിടുത്തെ ഒരാൾ വന്ന് ഇഡീപ്പസിനോട് പറയാണ്. അപ്പൊ ഇഡീപ്പസിന് ആദ്യം ഒരു അപ്പൊ അച്ഛൻ മരിച്ചു എന്ന് കേട്ടപ്പോ ആദ്യം ഒരു സമാധാനം തോന്നിയത്. എന്താന്ന് വെച്ചാല് തന്റെ ഇഡീപ്പസിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ആരാണ്, അല്ലെ, ഈ പറഞ്ഞിട്ടുള്ള പോളിബസ് ആണ്. അപ്പൊ പോളിബസ് മരിച്ചു, പക്ഷെ തന്റെ കയ്യിൽ നിന്നല്ല, താനല്ല കൊന്നത് എന്നുള്ളൊരു ആശ്വാസമാണ് ആദ്യം വന്നത് അല്ലെ. അങ്ങനെ ആ നടന്ന പ്രൊഫസി പറഞ്ഞ കാര്യം ശരിയായില്ല എന്നുള്ളൊരു കാര്യമാണ് അവൻ അവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ എന്താ വെച്ചാൽ ഹി സ്റ്റിൽ അഫ്രൈഡ് ടു റിട്ടേൺ ടു കൊറിയാൻ ബിക്കോസ് ഹിസ് മദർ ക്വീൻ മെറോപ്പ് ഇസ് സ്റ്റിൽ അലൈവ്. പക്ഷെ ഇപ്പോഴും അവന് കൊറിയാന്തിലേക്ക് തിരിച്ചു പോവാൻ ഭയങ്കര പേടിയാണ്. കാരണം തന്റെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മ അവിടെ ഉണ്ട്. ഇപ്പൊ പ്രൊഫസിയിലുള്ള ഒരു കാര്യമാണ് അച്ഛനെ കൊന്നും അമ്മയെ കല്യാണം കഴിക്കുന്നുള്ളത്. സോ അച്ഛനെ കൊന്നില്ല, പ്രൊഫസി തെറ്റായി, പക്ഷെ ഇനി അമ്മയെ കല്യാണം കഴിക്കേണ്ടി വരുമോ താൻ അറിയാതെ എന്നൊക്കെ ആ ഒരു പേടി കാരണം അവൻ എന്ത് ചെയ്യാണ്, തിരിച്ചു പോവാൻ അല്ലെ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഈ മെസ്സഞ്ചർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സീക്രട്ട് ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. അതായത് ഇഡീപ്പസിന്റെ അടുത്ത് പറയാണ്, പൊളീബസും മെറോപ്പും ഫസ് അല്ല അവന്റെ അച്ഛനമ്മമാർ എന്നുള്ളൊരു സീക്രട്ട് അയാള് ആരോട് പറയാണ്, എഡീപ്പസിനോട് പറയാണ്. അപ്പൊ ഇനി എന്താണ് കഥ എന്ന് പറയാണ്, എങ്ങനെയാണ് ഇപ്പൊ എഡീപ്പസ് അവിടെ എത്തിയത് എന്നുള്ളത്. സോ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ മെസ്സഞ്ചറിന് ഒരു കുട്ടി, ഒരു ഷെപ്പേർഡ്, ഒരു ആട്ടിടയൻ എന്ത് ചെയ്യാണ്, ഈ ഒരു മെസ്സഞ്ചർ ഇപ്പൊ വന്ന് പറയുന്ന ആ ദൂതനുണ്ടല്ലോ, അയാൾക്ക് ഒരു കുട്ടിയെ കൊടുത്തിട്ടുണ്ട്. അത് തേബ്സിലെ കുട്ടിയാണ്. Okay, shepherd of Thebes, and handed the child over to the Polybus and Merope because they had no children of their own. The baby was Oedipus. So അങ്ങനെ ആ ഒരു ആട്ടിടയൻ എന്ത് ചെയ്യാണ്, ഇയാളുടെ ഈ മെസ്സഞ്ചറിന്റെ കയ്യിൽ ഈ കുട്ടീനെ കൊടുക്കുകയും അത് തേബ്സിലെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സഞ്ചർ ആണ് പോളിബസിനും മെറോപ്പിനും കുട്ടികളില്ലാതിരുന്ന ഇവർക്ക് ആ ഒരു കുട്ടീനെ ദത്തെടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. സോ ആ കുട്ടിയാണ് ഇഡീപ്പസ് എന്ന് ഇഡീപ്പസിനോട് ആ മെസ്സഞ്ചർ തുറന്നു പറയാണ്. സോ ഇത് കേട്ടപ്പോ എഡീപ്പസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയും ഇപ്പോഴാണ് അവന്റെ ഐഡന്റിറ്റി മനസ്സിലാവുകയും ചെയ്തത്. അങ്ങനെ ഹി റിയലൈസസ് ദാറ്റ് പീപ്പിൾ ഹി ബിലീവ്ഡ് ടു ബി ഹിസ് പാരന്റ്സ് വെർ ആക്ച്വലി ഹിസ് ഫോസ്റ്റർ പാരന്റ്സ് അല്ലെ. അവൻ വിശ്വസിച്ചിരുന്ന പാരന്റ്സ് അല്ലെ, അവന്റെ അമ്മയും അച്ഛനും ആണെന്ന് വിശ്വസിച്ചിരുന്ന പാരന്റ്സ് അല്ല ശരിക്കും അവന്റെ അമ്മയും അച്ഛനും എന്നുള്ളൊരു കാര്യം അവൻ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ the only person who knows the truth about his birth is the Theban shepherd who gave the baby to the messenger. അപ്പൊ ശരിക്കും ഇഡീപ്പസ് ഈ തേബ്സിലെ കുട്ടിയാണെന്ന് പറഞ്ഞു, പക്ഷെ തേബ്സിലെ ആരുടെ കുട്ടിയാണ് താൻ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആ മെസ്സഞ്ചറിന് എന്നെ കൊടുത്ത ഷെപ്പേർഡിന് മാത്രമേ അത് അറിയുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് എഡീപ്പസ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ജൊക്കാസ്റ്റ പെട്ടെന്ന് ഒരു കാര്യം ഒരു അപ്പൊ ഇതിങ്ങനെ കേട്ടോണ്ട് ജൊക്കാസ്റ്റ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ജൊക്കാസ്റ്റ പെട്ടെന്ന് ഒരു ട്രൂത്ത് മനസ്സിലാക്കുകയാണ്. അത് എഡീപ്പസ് മനസ്സിലാക്കുന്നതിന് മുന്നേ ജൊക്കാസ്റ്റ മനസ്സിലാക്കുന്നുണ്ട്. എന്താ വെച്ചാ ഷീ റിയലൈസസ് ദാറ്റ് എഡീപ്പസ് ഈസ് ഹെർ ഓൺ സൺ ആൻഡ് ദാറ്റ് ദ പ്രൊഫസി ഹാസ് ഇൻഡീഡ് ബീൻ ഫുൾഫിൽഡ്. അപ്പൊ ജൊക്കാസ്റ്റ ഇതൊക്കെ കേട്ടപ്പോൾ ജൊക്കാസ്റ്റയ്ക്ക് മനസ്സിലാവുകയാണ് എഡീപ്പസ് തന്റെ മകനാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ പറഞ്ഞ പ്രൊഫസി ശരിയായി മാറുകയാണ് എന്നുള്ളതും ജൊക്കാസ്റ്റ മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ horrified by this realization, she desperately begs Oedipus to stop investigating his birth and forgetting everything. She repeatedly asked him not to question the shepherd. അല്ലെ, അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് കാര്യം സത്യം എന്താണ് ഇഡീപ്പസിനോട് തുറന്നു പറയുന്നില്ല. പക്ഷെ അത് അവൾക്കറിയാം, ഇപ്പൊ അവൾക്ക് സത്യം എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ പേടിച്ചിട്ട് അല്ലെ, ഡെസ്പറേറ്റ്ലി വളരെ സങ്കടത്തോടെ എഡീപ്പസിനോട് ഇനി നീ ആ ഒരു സത്യത്തിന്റെ പിന്നിൽ പോണ്ട, അവിടെ നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അപേക്ഷിക്കുകയാണ് അല്ലെ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ട് എഡീപ്പസിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഷെപ്പേർഡിന്റെ അടുത്ത് പോയി നീ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്നും പറയുന്നുണ്ട്. പക്ഷെ എഡീപ്പസ്
അവളുടെ റിയാക്ഷൻ ഒക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അവൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ജൊക്കാസ്റ്റ ഈസ് അഷെയിംഡ് ബിക്കോസ് ഹി മേ ഹാവ് ബീൻ ബോൺ ഇൻ ടു എ പുവർ ഫാമിലി. ചിലപ്പോൾ ഈ ജൊക്കാസ്റ്റ വല്ല പുവർ ഫാമിലിയിലും അല്ലെ ജനിച്ച ആളാണോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം, അഷെയിംഡ് ആയിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ആര് വിചാരിക്കുന്നത്, ഇഡീപ്പസ് വിചാരിക്കുന്നത്. അങ്ങനെ ശരിക്കും എന്താ സത്യം എന്ന് കണ്ടെത്തണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ ഇൻവെസ്റ്റിഗേഷൻ തുടരാൻ വേണ്ടിയിട്ട് പോവാണ് ആര്, ഇഡീപ്പസ്. പക്ഷെ ജൊക്കാസ്റ്റ അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇനിയിപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇഡീപ്പസ് കേൾക്കില്ല അല്ലെ, അങ്ങനെ ഭയങ്കര മനസ്സ് വിഷമിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവര് തിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തിരിച്ചു പോവുകയാണ്. ഓക്കെ, so it is all about this. Okay, which one? Section 3. Okay, Section 3 of Oedipus Rex. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ബാക്കി എന്താന്ന് നോക്കാം കേട്ടോ. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോ എന്ത് ചെയ്യാണ് ജൊക്കാസ്റ്റ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജൊക്കാസ്റ്റ തിരിച്ചു പോവുകയാണ് അല്ലെ, തിരിച്ചുപോയി. സോ തിരിച്ചു പോയിട്ട് സ്റ്റേജിൽ നിന്നും എന്ത് ചെയ്യാണ്, ആ സ്റ്റേജിൽ നിന്ന് ബാക്ക് കർട്ടനിലേക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങനെ അങ്ങനെ ഒരു വളരെയധികം ഇമോഷണൽ ഡിസ്ട്രെസ്സിലൂടെയാണ് അല്ലെ, ഇമോഷണൽ സ്ട്രഗിളിലൂടെയാണ് ഇപ്പൊ ആര് കടന്നു പോകുന്നത്, ഇഡീപ്പസും കടന്നു പോകുന്നത്, അതുപോലെ തന്നെ ജൊക്കാസ്റ്റയും കടന്നു പോകുന്നത്. അങ്ങനെ സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആര്, നമ്മുടെ ഇഡീപ്പസ്. ഓക്കെ, സോ ഈ ഒരു സെഷൻ എൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഓഡിയൻസിൽ ഫുള്ളി അവെയർ ആയി കഴിഞ്ഞു, അതായത് എന്തിലേക്കാണ് ഈ ഒരു സീൻ എത്തുന്നത് എന്നുള്ളത് അല്ലെ. അതായത് എഡീപ്പസിന് മാത്രമാണ് ഇപ്പൊ കാര്യങ്ങൾ അറിയാത്തത്, ബാക്കിയുള്ള എല്ലാവർക്കും ഇപ്പൊ സത്യം എന്താണെന്ന് അറിയാം. അങ്ങനെ എഡീപ്പസ് ഹൗവർ റിമെയിൻസ് ഡിറ്റർമൈൻഡ് ടു അൺകവർ ദ ട്രൂത്ത് അൺഎവർ ദാറ്റ് ഇറ്റ് വിൽ ഡിസ്ട്രോയ് ഹിസ് ലൈഫ്. അപ്പൊ ഈ ട്രൂത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നശിപ്പിക്കാൻ പോകുന്നത് തന്റെ ജീവിതം തന്നെയാണെന്ന് അറിയാതെയാണ് എഡീപ്പസ് ഇപ്പൊ സത്യം കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് സെക്ഷൻ പറയുമ്പോൾ സെക്ഷൻ 4 ആണ് പറയുന്നത്. സെക്ഷൻ 4 ആണ് ഏകദേശം ഈ ഒരു പ്ലേന്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ ഒരു ഓൾഡ് ഷെപ്പേർഡ് ഉണ്ടല്ലോ, അതായത് ഈ കുട്ടീനെ കൊടുത്ത ഷെപ്പേർഡ് എന്ത് ചെയ്യാണ്, പണ്ട് കാലത്ത് കിങ് ലെയസിന്റെ സെർവന്റ് ആയിരുന്നു. ആൻഡ് ഇഡീപ്പസിന്റെ അടുത്തേക്ക് ഇപ്പൊ എന്ത് ചെയ്തു, എത്തിയിട്ടുണ്ട് ആ ഒരു ഷെപ്പേർഡ്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഷെപ്പേർഡ് ഇഡീപ്പസിന്റെ ക്വസ്റ്റ്യൻസിനോടൊക്കെ ഉത്തരം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വളരെയധികം വിസമ്മതിക്കുകയും റെഫ്യൂസ് ചെയ്യുകയും. കാരണം എന്താന്ന് വെച്ചാൽ അവനറിയാം സത്യം എന്താന്ന് അറിയാം. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഡിസാസ്റ്ററിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ആർക്ക് നന്നായിട്ട് അറിയാം, ഷെപ്പേർഡിന് അറിയാം. അതുകൊണ്ട് തന്നെ സത്യം പറയാൻ കൂട്ടാക്കുന്നില്ല. പക്ഷെ ഇഡീപ്പസ് അവനെ ആ ഷെപ്പേർഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ത്രട്ടൻ ചെയ്യുന്നുണ്ട്. അതായത് പറയാതിരുന്നു കഴിഞ്ഞാൽ തന്നെ പണിഷ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്ന് ആര് പറയുന്നുണ്ട്, ഇഡീപ്പസ് ഷെപ്പേർഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ മെസ്സഞ്ചർ ഫ്രം കൊറിയൻ റെക്കഗ്നൈസ് ദ ഷെപ്പേർഡ് ആൻഡ് റിമൈൻഡ്സ് ഹിം ദാറ്റ് മെനി ഇയേഴ്സ് എഗോ ഹി ഹാഡ് റിസീവ്ഡ് എ ബേബി ഫ്രം ഹിം. അപ്പോ അടുത്തുള്ള മെസ്സഞ്ചർ ഈ ഒരു ഷെപ്പേർഡിനെ കണ്ടിട്ട് മനസ്സിലാക്കുകയാണ്, ഇയാൾ തന്നെയാണ് എനിക്ക് ആ ഒരു കുട്ടീനെ അന്ന് തന്നത് എന്ന് മെസ്സഞ്ചർ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ദ ഷെപ്പേർഡ് ഡിനൈസ് ഇറ്റ്. പക്ഷെ ആദ്യം ആ ഒരു പറഞ്ഞ കാര്യം തെറ്റാണ് അല്ലെ, അതൊന്നും ഡിനൈ ചെയ്യുന്നുണ്ട് ആര്, ഷെപ്പേർഡ് ഡിനൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവഞ്ച്വലി അവൻ എന്ത് ചെയ്യാണ്, കൺഫസ് ചെയ്യാൻ അല്ലെ, ട്രൂത്ത് കൺഫസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഷെപ്പേർഡ് ആ ഒരു കാര്യം അല്ലെ, ട്രൂത്ത് എന്താണെന്ന് റിവീൽ ചെയ്യുകയാണ്. അതായത് ആ ഒരു കയ്യിൽ ഉണ്ടായിരുന്ന ബേബി എന്ന് പറയുന്നത് സൺ ഓഫ് കിങ് ലയേഴ്സിന്റെയും ക്വീൻ ജൊക്കാസ്റ്റയുടെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ കുട്ടി ജനിച്ചപ്പോ, ആ കൊടുത്ത കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ജനിച്ചപ്പോ ഒറാക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ കുട്ടി തന്റെ അച്ഛനെ കൊല്ലും, അതായത് കിങ് ലയസിനെ കൊല്ലുമെന്ന് ഉള്ള ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പ്രവചനം തടയാൻ വേണ്ടിയിട്ടായിരുന്നു ലയസ് എന്ത് ചെയ്തത്, ഷെപ്പേർഡിന്റെ കയ്യിൽ ഈ കുട്ടീനെ ഉപേക്ഷിക്കുകയും മൗണ്ട് സെതെറോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഷെപ്പേർഡിനെ കൊടുത്തിട്ടുള്ളത്. സോ ആ കുട്ടീനെ കണ്ടപ്പോ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷെപ്പേർഡിന് തോന്നിയില്ല. സോ അതുകൊണ്ട് ഒരിക്കലും ആ കുട്ടീനെ അവൻ കൊന്നില്ല, അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തില്ല. പകരം എന്ത് ചെയ്തു,
he secretly handed the baby over to the കൊറിയാന്ത്യൻ മെസ്സഞ്ചർ. അങ്ങനെയാണ് ആ കുട്ടീന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ ഒരിക്കലും അതിനെ കൊല്ലാനോ ഉപേക്ഷിക്കാനോ കഴിയാത്തത് കാരണമാണ് എന്ത് ചെയ്തത്, ഷെപ്പേർഡ് ഈ ആ കൊറിന്ത്യൻ മെസ്സഞ്ചറിന് കുട്ടീനെ കൊടുത്തത്. അങ്ങനെ who later gave him to King Polybus and Queen Merope. അങ്ങനെ ആ ഒരു മെസ്സഞ്ചറാണ് പിന്നീട് പോളിബസ് കിങ്ങിനും ക്വീൻ ആയിട്ടുള്ള മെറോപ്പയ്ക്കും ആ കുട്ടീനെ കൊടുത്തത് എന്നുള്ളതാണ് ആര് പറയുന്നത്, ആ ഒരു ഷെപ്പേർഡ് പറഞ്ഞത്. ഇത് കേട്ടപ്പോ ഇഡീപ്പസ് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഇഡീപ്പസ് റിയലൈസ് ചെയ്യാണ് താൻ കേട്ടതൊക്കെ സത്യമാണ് അല്ലെ, ആ പ്രൊഫസി മൊത്തം സത്യമാണെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഹി റിയലൈസസ് ദാറ്റ് ഹി ഈസ് ദ സൺ ഓഫ് Laius and King Laius and Queen Jocasta, and he unknowingly killed his own father at the crossroads and later married his own mother after becoming the king of Thebes. അപ്പോ താൻ ഒരിക്കലും അറിയാതെയാണ്, അറിഞ്ഞിട്ടല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്തത്. പക്ഷെ അറിയാതെ ആണെങ്കിൽ കൂടി അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, തന്റെ അച്ഛനായിട്ടുള്ള കിങ് ലയസിനെ കൊല്ലുകയും ക്രോസ് റോഡിൽ വെച്ചിട്ട് കൊല്ലുകയും തന്റെ അമ്മയായിട്ടുള്ള ജൊക്കാസ്റ്റേനെ മാരി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ മാരി ചെയ്യാൻ കാരണം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഇയാളെ തേബ്സിൽ സിറ്റി ഓഫ് തേബ്സിൽ എത്തുകയും തേബ്സിലെ ആളുകളെ അന്ന് സഹായിച്ചിട്ടുണ്ട്. സ്വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാരണത്തിൽ നിന്നും രക്ഷിച്ചതുകൊണ്ട് അന്നത്തെ ആൾക്കാര് ഇഡീപ്പസിനെ, അതായത് ഒബ്വിയസ്ലി ഒരു നഷ്ടപ്പെട്ടു, കിങ് ലയസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇഡീപ്പസിനെ അവിടുത്തെ ആൾക്കാര് കിങ് ആക്കിയതാണ്. അങ്ങനെ ജൊക്കാസ്റ്റേനെ മാരേജ് ചെയ്തതാണ്. അന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു, ജൊക്കാസ്റ്റയ്ക്കും അറിയില്ല, കാരണം കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മകൻ വരുന്നത്. പക്ഷെ ജൊക്കാസ്റ്റ എന്ന് പറയുമ്പോൾ അത്രയും വലിയ പ്രായമായിട്ടുള്ള സ്ത്രീ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കല്യാണം അവിടെ ഉണ്ടായത്. അപ്പൊ ഇതൊക്കെ അവൻ അൺലോയിനിങ്ലി ചെയ്തിട്ടുണ്ട് എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. ആൻഡ് ദ പ്രൊഫസി ദാറ്റ് എവരി വൺ ട്രൈഡ് ടു അവോയ്ഡ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ്. അപ്പൊ എല്ലാവരും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആ ഒരു പ്രൊഫസി, ആ പ്രവചനം ഇപ്പൊ എന്താണ് ഇറ്റ് ബിക്കെയിം ഫുൾഫിൽഡ് എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. സോ ഈ ഒരു റിയലൈസേഷൻ കംപ്ലീറ്റ്ലി ഷാറ്റേഴ്സ് എഡീപ്പസ് അല്ലെ. അത് മനസ്സിലാക്കിയപ്പോ മൊത്തമായിട്ട് ആട്ടി ഉലയുന്നുണ്ട് എഡീപ്പസിന്റെ മനസ്സ്. ഹി ഫൈനലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ ഹിസ് എഫേർട്സ് ടു എസ്കേപ്പ് ഡെസ്റ്റിനി ഓൺലി ലെഡ് ഹിം ഡയറക്ട്ലി ടുവേർഡ്സ് ഇറ്റ്. അപ്പം ഈ എഡീപ്പസ് കേട്ട കാര്യങ്ങളൊക്കെ തന്റെ വിധി ഡെസ്റ്റിനി പലയിടത്തുനിന്നും താൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒളിച്ചോടുകയും രക്ഷിക്കാൻ വേണ്ടിയിട്ടും ചെയ്ത കാര്യങ്ങളൊക്കെ ലാസ്റ്റ് തന്നിലേക്ക് തന്നെ വന്നു എന്നുള്ള ഒരു നഗ്നമായ സത്യം അവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ സത്യത്തിന്റെ പിന്നാലെ പോയിട്ട് അങ്ങനെ അവൻ തേബ്സ് എന്ന് പറയുന്ന സിറ്റിനൊക്കെ രക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ തന്റെ ജീവിതം രക്ഷിക്കുന്നതിന് പകരം താൻ തന്റെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ ഒരു ട്രൂത്ത് അവിടെ റിവീൽ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇനി ലാസ്റ്റ് സെക്ഷൻ 5 പറയുന്നത് എന്താ നോക്കാം. ഇതിലാണ് വളരെയധികം ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സെഷനിലാണ്, ഈ ഒരു സീനിലാണ് നടക്കുന്നത്. ഇഡീപ്പസ് തന്റെ ഡിസ്കവറി കണ്ടെത്തി അത് കഴിഞ്ഞിട്ടുള്ള ട്രാജിക് കോൺസിക്വൻസസ് ആണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്, ഈ ഒരു സീനിൽ. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ജൊക്കാസ്റ്റ എന്താന്ന് വെച്ചാല് വളരെയധികം വളരെയധികം അതില് ഷെയിമാവുകയും കുറ്റബോധം തോന്നുകയും വളരെയധികം സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താ, സ്വന്തം മകനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഏതൊരു അമ്മയാണ് അത് സഹിക്കുക അല്ലെ. അങ്ങനെ അതൊരിക്കലും തനിക്ക് താങ്ങാനാവാത്ത കാര്യമാണ് എന്ന് അവള് വിചാരിക്കുകയും ആ ഒരു ഹൊറർ, ആ ഒരു പേടിയിലും ആ ഒരു സങ്കടത്തിലും അവൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് പാലസിന്റെ പാലസിന്റെ മേലെ പോയിട്ട് സ്വന്തം ജീവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അവൾ സൂയിസൈഡ് ചെയ്യുകയാണ്, സ്വന്തം ജീവിതം കളയാണ്. ഓക്കെ, അങ്ങനെ എഡീപ്പസ് എന്ത് ചെയ്യാണ്, ഈ പാലസിലേക്ക് ഇറങ്ങി വരികയാണ്, ജൊക്കാസ്റ്റയെ തേടിയിട്ട് വരികയാണ്. അപ്പോഴാണ് ഈ ഒരു കാര്യം കാണുന്നത്, ജൊക്കാസ്റ്റ മരിച്ചു കിടക്കുന്നത് ആര് കാണുന്നത്, എഡീപ്പസ് കാണുന്നത്. സോ റിയലൈസിംഗ് ദാറ്റ് ഹി ഹാസ് fulfilled the terrible prophecy and brought suffering upon himself and his kingdom, he punishes himself by taking the golden brooches from Jocasta's dress and blinding himself. He believes that he no longer deserves to see the world after the terrible crimes he has committed, even though he committed them unknowingly. അപ്പൊ അങ്ങനെ ലാസ്റ്റ് അവൻ ആ പ്രവചനങ്ങളൊക്കെ സത്യമായി മാറുകയും ചെയ്യുന്നുണ്ട്. അത് വലിയൊരു സഫറിങ്ങിലേക്ക് അവനെ ലീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, അവനെയും അവന്റെ രാജ്യത്തെയും വളരെയധികം സഫറിങ്ങിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവൻ
ഈ കാര്യങ്ങളൊക്കെ അവൻ അറിയാതെ, അവൻ അല്ലെ ഒരു എന്താ പറയണ്ടേ, കോൺഷ്യസ് ആയിട്ട് ചെയ്തതല്ല. എന്നിരുന്നാൽ പോലും അവനെ സ്വന്തമായി എഡീപ്പസിനെ തന്നെ പണിഷ് ചെയ്യുന്നുണ്ട്. അതായത് ജൊക്കാസ്റ്റയുടെ ഡ്രസ്സിൽ നിന്നും ഒരു ബ്രൂച്ച് എടുത്തിട്ട് അവൻ 2 കണ്ണും ബ്ലൈൻഡ് ചെയ്യുന്നുണ്ട്, 2 കണ്ണും കുത്തിപ്പൊട്ടിക്കുകയും ഇനി താൻ ചെയ്ത ഈ തെറ്റ്, പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്, സ്വന്തം അച്ഛനെ കൊല്ലുകയും അമ്മയെ കല്യാണം കഴിക്കുകയും അമ്മയില് എന്ത് ചെയ്യാണ് 2 കുട്ടികൾക്ക് ജന്മം നൽകുകയും ആ ജന്മം നൽകിയ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ തന്റെ ബ്രദേഴ്സ് ആണ് അല്ലെ. അങ്ങനെ ബ്രദേഴ്സും ഉണ്ട് അവിടെ, കിങ്ങിന്റെ ഇതിൽ ജനിച്ച കുട്ടികളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് വളരെയധികം എന്താ പറയണ്ട, ഒട്ടും നടക്കാത്ത ഓപ്പോസിറ്റ് തിങ്സുകളാണ്. അപ്പോ അതുകൊണ്ട് താൻ ഇനി ഈ ലോകത്തെ കാണാനുള്ള എന്താ പറയണ്ട റൈറ്റ്സ് എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കാഴ്ച നഷ്ടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടെറിബിൾ ക്രൈം കമ്മിറ്റ് ചെയ്തതിന്റെ അല്ലെ റിസൾട്ട് ആയിട്ട് അവനെ തന്നെ പണിഷ് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പൊ ഇഡീപ്പസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, ബ്ലൈൻഡ് ആയിട്ടുള്ളതാണ്. അങ്ങനെ ഇഡീപ്പസ് ഗെയിൻസ് ട്രൂ സ്പിരിച്വൽ ഇൻസൈറ്റ്. അപ്പം മറ്റേ പ്രൊഫറ്റിനെ പോലെ ബ്ലൈൻഡ് ആവുകയും ഇപ്പൊ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് അവനെ തേടി വരികയും ചെയ്യുന്നുണ്ട്. സോ ആദ്യം ഈ ഒരു പ്ലേന്റെ തുടക്കത്തിൽ നമ്മൾ എന്താ കണ്ടത്, ഹി ഹാഡ് ഇഗ്നോർഡ് ദ വാർണിംഗ്സ് ഓഫ് ടൈറിയാസിസ് അല്ലെ. ടൈറിയാസിന്റെ മുന്നറിയിപ്പിനെയൊക്കെ മറികടന്നിട്ട് അല്ലെ, ആ ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രൊഫറ്റ് ആയിരുന്നു, അയാളൊക്കെ മറികടക്കുകയും ഇഗ്നോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐറോണിക്കലി അവന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തിയതിനു ശേഷം ഇഡീപ്പസും ഫൈനലി അല്ലെ അവന്റെ ലൈഫിന്റെ ട്രൂത്ത് അവൻ മനസ്സിലാക്കുന്നുണ്ട്. സോ ഈ ഒരു കോൺട്രാസ്റ്റ് ആണ്, ഫിസിക്കൽ ബ്ലൈൻഡ്നെസ്സും ഇന്നർ വിഷനും തമ്മിലുള്ള ഈ ഒരു കോൺട്രാസ്റ്റ് ആണ് ഈ ഒരു പ്ലേന്റെ മോസ്റ്റ് പവർഫുൾ സിമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇഡീപ്പസ് എന്നിട്ട് ക്രിയോണിനെ വിളിക്കുന്നുണ്ട്, ബ്രദറിലോ ആയിട്ടുള്ള ക്രിയോണിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി നീയാണ് ഇന്ന് മുതൽ ഈ തേബ്സ് എന്ന് പറയുന്ന സിറ്റിന്റെ റൂളർ, ഞാനല്ല അല്ലെ. ടു എക്സൈൽ ഹിം ഫ്രം ദ സിറ്റി അക്കോർഡിംഗ് ടു ദ ഒറാക്കിൾസ് കമാൻഡ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഒറാക്കിൾസിന്റെ കമാൻഡിനനുസരിച്ച് എന്ത് ചെയ്യാണ് അല്ലെ അവിടുന്ന് എക്സൈൽ ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഹി ഓൾസോ ആസ്ക് ക്രിയോൺ ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഡോട്ടേഴ്സ് ആന്റിഗോൺ ആൻഡ് ഇസ്മീൻ. അപ്പൊ ഇവർ രണ്ടുപേരും ആരാണ്, എന്താണ് ഇഡീപ്പസിന്റെ മക്കളാണ്. ഇവർ രണ്ടുപേരെയും നോക്കണം, നീയാണ് ഇനി നോക്കേണ്ടത്, ഈ രാജ്യം നോക്കേണ്ടത് നീയാണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ബിക്കോസ് ദേ വിൽ സഫർ സോഷ്യൽ ഷെയിം ഡ്യൂ ടു ദെയർ ഫാദേഴ്സ് ട്രാജിക് ഫേറ്റ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവര് ഈ 2 മക്കളെയും പെൺമക്കളെയും നോക്കേണ്ടത് നീയാണ്. കാരണം ചിലപ്പോൾ ഭാവിയിൽ തന്റെ അച്ഛൻ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ട്രാജിക് ഫേറ്റിന്റെ കാരണത്താൽ അവര് ചിലപ്പം അല്ലെ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങേണ്ടി വരാം, അല്ലെങ്കിൽ കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വരാം. അപ്പൊ നീയാണ് അവരെ സംരക്ഷിക്കേണ്ടതെന്ന് പറയാണ്. At the time, Creon shows compassion and promises to do what is right, although he reminds Oedipus that the final decision belongs to the gods. അപ്പം അങ്ങനെ ക്രിയോൺ ഒരിക്കലും അതിനൊന്നും തയ്യാറായിരുന്നില്ല. കാരണം ഇഡീപ്പസിനെ വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല എന്നാ പറയുന്നത്. അങ്ങനെ എഡീപ്പസിനോട് പറയുന്നുണ്ട്, ഇതൊന്നും നമ്മുടെ അല്ല അല്ലെ, ഏറ്റവും ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഗോഡിന്റെ ആണ് എന്ന് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ കോറസ് ലാസ്റ്റ് പ്ലേന്റെ എൻഡില് ഒരു കാര്യം, ഹ്യൂമൻ ലൈഫിന്റെ ഒരു അൺസർട്ടനിറ്റി ആണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ദേ റിമൈൻഡ് ദ ഓഡിയൻസ് ദാറ്റ് നോ പേഴ്സൺ ഷുഡ് ബി കോൾഡ് ട്രൂലി ഹാപ്പി അൺടിൽ ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ്, ബിക്കോസ് ഫോർച്യൂൺ ക്യാൻ ചേഞ്ച് സഡൻലി. ഒരാളും ഒരിക്കലും സന്തോഷത്തോടെ ഒരു ജീവിതം ഫുള്ളാക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് അല്ലെ വിധി അല്ലെ, ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും സഡൻലി ആയിരിക്കാം ചേഞ്ച് ആവുന്നത്. ഇതിൽ ഇഡീപ്പസ് എന്താണ്, ഒരു കാലത്ത് വളരെയധികം അഡ്മയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രേറ്റസ്റ്റ് കിങ്ങുകളിൽ ഒരാളായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അല്ലെ അവന്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അവൻ എന്ത് ചെയ്തത്, ലോസ് ചെയ്തത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തത്. കാരണം അവന്റെ ഫേറ്റ് കാരണം. അങ്ങനെ ആ ഒരു ട്രൂത്തിന്റെ പിന്നാലെ പോയതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യപ്പെട്ടത്, അങ്ങനെ ജീവിതത്തിൽ അല്ലെ വളരെയധികം നിരാശ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ സമ്മറി ഓഫ് ദ പ്ലേ ഇഡീപ്പസ് റെക്സ് എന്നുള്ളത്. ഓക്കെ, സോ ഇഡീപ്പസ് റെക്സ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഇഡീപ്പസ് റെക്സും ഉണ്ട്, ഇലക്ട്രോപ്ലക്സ് കോംപ്ലക്സും ഉണ്ട്, ഇഡീപ്പസ് കോംപ്ലക്സും ഉണ്ട്. അതിലൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇനി ഭാവിയിൽ ഓരോ കാര്യം പഠിക്കുന്നുണ്ടാവും. അമ്മമാരോട് ആൺമക്കൾക്ക് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടല്ലോ, സെക്ഷൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു അട്രാക്ഷൻ, അതിനെയാണ് ഇഡീപ്പസ് റെക്സ് എന്ന് പറയാം. ഇലക്ട്രോപ്ലക്സ് കോംപ്ലക്സ് ഉണ്ട്, ഇഡീപ്പസ് റെക്സ് ഉണ്ട്. ഇലക്ട്രോപ്ലക്സ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഡോട്ടേഴ്സിന് ഫാദേഴ്സിനോട് തോന്നുന്നത്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെല്ലാം പറഞ്ഞു. ഇനി നിങ്ങൾ PPT-യിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മേജർ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, സെൻട്രൽ ഫിഗേഴ്സ് ആരൊക്കെയായിരുന്നു, ഇഡീപ്പസ് ആയിരുന്നു,
കിങ് ഓഫ് തേബ്സ്, ട്രാജിക് ഹീറോ ആണ്. ജൊക്കാസ്റ്റ ക്വീൻ ഓഫ് തേബ്സ് ആണ്. വൈഫ് ആൻഡ് മദർ ഓഫ് ഇഡീപ്പസ് ആണ്. ലയസ് എന്ന് പറയുന്നത് ഫോർമർ കിങ് ഓഫ് തേബ്സ് ആണ്. ഇഡീപ്പസിന്റെ റിയൽ ഫാദർ ആണ്. ക്രിയോൺ ആരായിരുന്നു? ജൊക്കാസ്റ്റന്റെ ബ്രദർ ആണ്. ലേറ്റർ ആരായി മാറി? തേബ്സിലെ റൂളറായി മാറി അല്ലെ. ഇഡീപ്പസും ജൊക്കാസ്റ്റയും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി നമ്മൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏർലി ലൈഫ് ഇഡീപ്പസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇഡീപ്പസ് കൊറിയാന്തൽ എങ്ങനെയായിരുന്നു? ഷെപ്പേർഡ്, റേസ്ഡ് ബൈ കിങ് പോളിബസ് ആൻഡ് ക്വീൻ മെറോപ്പ് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രോസ് റോഡിൽ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇഡീപ്പസ് എന്ത് ചെയ്തു? ഓൾഡ് മാനെ, അന്ന് അറിയില്ലായിരുന്നു, ഓൾഡ് മാനെ മീറ്റ് ചെയ്തിട്ട് ഒരു ക്വാറൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇഡീപ്പസ് ആരെ കൊന്നത്? ആ ഒരു ഓൾഡ് മാൻ. പിന്നീടാണ് അറിയുന്നത് കിങ് ലെയസ് ആയിരുന്നു അത് എന്നുള്ളത് അല്ലെ. ആൻഡ് ക്രോസ് റോഡിലൂടെ ഒക്കെ ക്രോസ് റോഡിലൂടെയാണ് ഫോഴ്സസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്രോസ് റോഡ് ഉള്ളത്. ഇഡീപ്പസ് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ട്രാവൽ വിത്തിട്ട് അല്ലെ, ട്രാവലിംഗ് വിത്ത് അറ്റൻഡൻസ്, ഡെസ്പ്യൂട്ട് ഓവർ റൈറ്റ് ഓഫ് വേ എസ്കലേറ്റ്സ് ഇൻ ടു വയലൻസ്. അപ്പൊ വഴി മാറിക്കൊടുക്കാനുള്ള കൈൻഡ് ഓഫ് എന്തോ കാര്യമായിരുന്നു. അതിന്റെ പേരിലാണ് ഇവർ തർക്കത്തിൽ ഏർപ്പെട്ടത് കേട്ടോ. അങ്ങനെയാണ് ഇഡീപ്പസ് ആ ഓൾഡ് മാനെ കൊല്ലുന്നത് കേട്ടോ. ഇനി റിഡിൽ ഓഫ് സ്ഫിങ്സ് എന്ന് പറയുന്നത്, അതായത് തേബ്സിലേക്ക് തിരിച്ചു വന്നു പോലെ സ്ഫിങ്സിന്റെ കാരണത്താൽ എന്ന് പറഞ്ഞില്ലേ. അതായത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇഡീപ്പസ് അവിടെ തേബ്സിലെ കിങ് ആയി മാറാനുള്ള ഒരു കാരണം ഈ ഒരു സ്ഫിങ്സ് ആണ്. അതായത് തേബ്സ് വാസ് ടെററൈസ്ഡ് ബൈ ദ മോൺസ്ട്രസ് സ്ഫിങ്സ്. ഓക്കെ, ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള സ്ഫിങ്സ് കാരണം അല്ലെ ടെററൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു തേബ്സില്. വാട്ട് വാക്സ് ഓൺ 4 legs in the morning, 2 at noon and 3 in evening. അതായിരുന്നു. അതായത് 4 കാലില് രാവിലെയും 2 കാലില് ഉച്ചയ്ക്കും 3 കാലില് ഈവനിങ്ങിലും നടക്കുന്ന ഒരാളുണ്ട് അവിടെ എന്നുള്ളതായിരുന്നു മനസ്സിലാക്കിയായിരുന്നു. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചിത്രം. ഇതേപോലെ ആയിരുന്നു. മനുഷ്യനാണോ വെച്ചാൽ അല്ല, മൃഗങ്ങളാണോ വെച്ചാൽ അല്ല. സോ ആ ചോദ്യമായിരുന്നു ആ മോൺസ്ട്രസ് സ്ഫിങ്സിന്റെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. സോ ഇഡീപ്പസ് എലോൺ സോൾവ്ഡ് ദ റിഡിൽ. അങ്ങനെ ആ റിഡിലാണ്. റിഡിൽ എന്ന് പറഞ്ഞാൽ സ്ഫിങ്സ് എന്ന് പറയുന്ന ഒരാള് ഒരു റിഡിലാണത്. അത് ഒരു കടങ്കഥ പോലെ. അപ്പൊ അത് ആ ഒരു തേബ്സിലെ ആളുകൾ പറയണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം പറഞ്ഞത് ആരാണ്? ഇഡീപ്പസ് ആയിരുന്നു. ഇഡീപ്പസ് ആണ് ഉത്തരം പറഞ്ഞത് ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ളത്. അങ്ങനെ ആ റിഡില് സോൾവ് ചെയ്ത ആളാണ് ഇഡീപ്പസ്. സോ ദ സ്ഫിങ്സ് വാസ് ഡിഫീറ്റഡ് ആൻഡ് ഡിസ്ട്രോയിഡ്. അങ്ങനെ സ്ഫിങ്സ് അവിടെ ഡിഫീറ്റ് ചെയ്യുകയും ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇഡീപ്പസ് ബിക്കെയിം ദ കിങ് ഓഫ് തേബ്സ്. അങ്ങനെയാണ് കിങ് ആയിട്ട് മാറുന്നത് ഇഡീപ്പസ് കേട്ടോ, തേബ്സിലെ. അങ്ങനെ ക്വീൻ ജൊക്കാസ്റ്റനെ മാരി ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് അറിയുന്നില്ല അത് സ്വന്തം അമ്മയാണെന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തേബ്സിൽ വരുന്നുണ്ട് അല്ലെ, പ്ലാഗ് വരുന്നുണ്ട്. അങ്ങനെ കഥ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണ്? അതിലെ കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ഇതില് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലെ മേജർ തീംസ് നോക്കാം. ഓക്കെ, എന്തൊക്കെയാ മേജർ തീംസ്? ഫേറ്റ് വേഴ്സസ് ഫ്രീ വിൽ, ജസ്റ്റിസ്, ബ്ലൈൻഡ്നെസ് ആൻഡ് ഇൻസൈറ്റ്, ദെൻ പ്രൈഡ്, ഹ്യൂബ്രിസ് അല്ലെ, അഹങ്കാരം എന്നൊക്കെ പറയാം. സോ തീംസ് എന്തൊക്കെയാണ് ഇഡീപ്പസ് റെക്സിലെ? സോഫോക്ലിസ് വീവ്സ് പ്രൊഫൗണ്ട് യൂണിവേഴ്സൽ തീംസ് ത്രൂ ഔട്ട് ഇഡീപ്പസ് റെക്സ് അല്ലെ. വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള യൂണിവേഴ്സൽ തീംസ് ആണ് ഇതിലൂടെ കാണിച്ചിരുന്നത്. എക്സ്പ്ലോറിംഗ് ദ ടെൻഷൻ ബിറ്റ്വീൻ ഫേറ്റ് ആൻഡ് ഹ്യൂമൻ ഏജൻസി, വിധിയും അല്ലെ മനുഷ്യന്മാരുടെ പ്രവൃത്തിയും തമ്മിലുള്ളത്. ദ റിലൻലെസ് പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് ആൻഡ് ദ കോൺസിക്വൻസ് ഓഫ് പ്രൈഡ് ആൻഡ് സഫറിംഗ് എന്നും പറയാം. ഇനി സിമ്പിൾസ്, വളരെ കുറെ സിമ്പിൾസ് ഇതിൽ വരുന്നുണ്ട്. ഒന്നാണ് ബ്ലൈൻഡ്നെസ്. ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് റെപ്രസെന്റിങ് ഇഗ്നോറൻസ് ആൻഡ് വിസ്ഡം സൈമൾട്ടേനിയസ്ലി. വിസ്ഡത്തെയും ഇഗ്നോറൻസിനെയും ഒരേ സമയം സിംബലൈസ് ചെയ്യുന്നുണ്ട് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ ടൈറിയാസസ് എന്ന് പറയുന്ന ആള് ഫിസിക്കലി ബ്ലൈൻഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞു. പക്ഷെ ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ക്യാപ്പബിലിറ്റി അയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എഡീപ്പസ് എന്താണ്? എഡീപ്പസിന് കാഴ്ച ഉണ്ടായിട്ട് പോലും അല്ലെ അവൻ ആ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ്. അവന്റെ ഐഡന്റിറ്റിയോ ഫേറ്റിനെയോ മനസ്സിലാക്കാൻ ഒരു കഴിവ് ഫസ്റ്റ് ആർക്കും ഉണ്ടായിരുന്നില്ല, എഡീപ്പസിന് ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈറ്റ് ഒരു സിമ്പിളാണ്. ഇറ്റ് സിംബലൈസസ്, എന്താ സിംബലൈസ് ചെയ്യുന്നത്? ട്രൂത്ത് ആൻഡ് നോളജ് അല്ലെ. ദെൻ ദ ഗ്രാജുവൽ റെവലേഷൻ ഓഫ് ട്രൂത്ത് ഇസ് ഡിപിക്റ്റഡ് ആസ് ലൈറ്റ് ബ്രേക്കിംഗ് ത്രൂ ഡാർക്ക്നെസ്, ഇല്ലുമിനേറ്റിംഗ് ഇഡീപ്പസ് ഹിഡൻ ഒറിജിൻസ് ആൻഡ് ടെറിബിൾ ഡീഡ്സ്.
ക്രോസ് റോഡ് എന്താണ്? വൺ ഓഫ് ദ മെയിൻ സിമ്പിൾസ് ആണ്. റെപ്രസെന്റ് ചോയ്സ് ആൻഡ് ഡെസ്റ്റിനി. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് റോഡ് ആണ് അല്ലെ ഡെസ്റ്റിനിയുടെയും ചോയ്സിന്റെയും ഒരു കൈൻഡ് ഓഫ് അല്ലെ റെപ്രസെന്റേഷൻ. ക്രോസ് റോഡിലാണ് ഇഡീപ്പസ് എന്ത് ചെയ്യുന്നത്? കിങ് ലയസിനെ കൊല്ലുന്നത്. ഒരു പിവറ്റൽ പോയിന്റ് ആയിരുന്നു അവിടെ അല്ലെ, വേർ ഫേറ്റ് ആൻഡ് ഫ്രീ വിൽ കൊളൈഡ്. അവിടെ ആയിരുന്നു ആ ഭീതിയിൽ നിന്ന് പോവാനും തന്റെ ഫ്രീ വില്ലിൽ അവിടെ നടത്താനും ഇടയാക്കിയ ഒരു സാഹചര്യമായിരുന്നു അത് അല്ലെ. സീലിംഗ് ഹിസ് ട്രാജിക് കോഴ്സ്. അങ്ങനെയാണ് ആ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോയിന്റ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ക്രോസ് റോഡാണ്. പിന്നെ പ്ലാഗ് ഒരു സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? മോറൽ കറപ്ഷനെയും ഡിവൈൻ പണിഷ്മെന്റിനെയൊക്കെയാണ്. പ്ലാഗ് അഫ്ലിക്റ്റിംഗ് തേപ്സ് റിഫ്ലക്ടിംഗ് ദ സ്പിരിച്വൽ ആൻഡ് മോറൽ പൊല്യൂഷൻ കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ആൻ അൺപണിഷ്ഡ് ക്രൈം എന്നുള്ളത്. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഡീപ്പസ് നമുക്ക് പറയാൻ പറ്റും നോബിൾ ആൻഡ് കിങ്ലി ആണ്. ട്രാജിക് ഫ്ലോ അവിടെ നടക്കുന്നുണ്ട്. ട്രാജിക് ഫ്ലോ എന്ന് നമ്മൾ പറയുന്ന ഒരു ലിറ്റററി വേർഡ് ആണ് ഹമേഷ്യ. ഓക്കെ, ഹമേഷ്യ. എഡീപ്പസ് സഫേഴ്സ് ഫ്രം ഹ്യൂബ്രിസ് അല്ലെ, ഹ്യൂബ്രിസിൽ നിന്ന് സഫർ ചെയ്യുന്നുണ്ട്. എക്സസീവ് ആയിട്ടുള്ള പ്രൈഡ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആങ്കർ ആയിരുന്നു. അവർ ഹിസ് റിലൻലെസ് pursuit of truth driven by pride accelerates his own destruction and downfall. Then suffering and self knowledge ഒക്കെ നമ്മൾ നോക്കിയതാണ് അല്ലെ. Yeah, so Sophocles crafts Oedipus as the quintessential tragic hero അല്ലെ. ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു ട്രാജിക് ഹീറോ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. മാൻ ഓഫ് നോബിൾ സ്റ്റാച്ചർ ആൻഡ് ഗ്രേറ്റ് വെർച്യൂ ഹൂസ് ഫേറ്റൽ ഫ്ലോസ് ലീഡ് ടു ഹിസ് ഇന്നവിറ്റബിൾ ഡൗൺഫോൾ, ഫുൾഫില്ലിംഗ് അരിസ്റ്റോട്ടിൽസ് ഡെഫിനിഷൻ ഓഫ് ട്രാജഡി അല്ലെ. ട്രാജഡിയുടെ ഡെഫിനിഷൻ തന്നെ ഒരു ഡൗൺഫോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അരിസ്റ്റോട്ടലിന്റെ. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷനിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള കൈൻഡ് ഓഫ് എന്താണ് അല്ലെ എന്താ പറയണ്ട ലീഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇഡീപ്പസിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ട്രാജിക് ഐറണി, ലിറ്റററി ഡിവൈസസ് ഇൻ ഇഡീപ്പസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രമാറ്റിക് ഐറണി നമ്മൾ കണ്ടു. അതായത് എന്തായിരുന്നു? ഓഡിയൻസിന് ഇഡീപ്പസിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് അറിയാം അല്ലെ, ഇഡീപ്പസ് അറിയുന്നത് മുന്നേ തന്നെ. പിന്നെ ഫോർ ഷാഡോയിങ് എന്ന് പറഞ്ഞാൽ പ്രൊഫസീസ് ഹിന്റ് അറ്റ് ഫ്യൂച്ചർ ഇവന്റ്സ് അല്ലെ, മുന്നേ കാണാൻ പറ്റുന്ന ആ ഒരു കാര്യം. സിംബലിസം ഉണ്ട്. ബ്ലൈൻഡ്നെസ് റെപ്രസെന്റ്സ് ബോത്ത് ഇഗ്നറൻസ് ആൻഡ് വിസ്ഡം. ദെൻ ട്രാജിക് ഐറണി എന്ന് പറഞ്ഞാൽ ഇഡീപ്പസിന്റെ എല്ലാ ആക്ഷൻസും എന്താണ്? അവന്റെ ആ ഫേറ്റിനെ അല്ലെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, അങ്ങനെ പറയാം. പിന്നെന്താണ്? ലെസൺസ് എന്ന് പറഞ്ഞ ഒരു മോറൽ ആണ് അല്ലെ. മോറൽ എന്ന് പറയുമ്പോൾ എന്താ? മോറൽ നോ വൺ ക്യാൻ എസ്കേപ്പ് ഫേറ്റ്, പ്രൈഡ് ലീഡ്സ് ടു ഡൗൺഫോൾ, ട്രൂത്ത് ക്യാൻ ബി പെയിൻഫുൾ, നോ വൺ ക്യാൻ എസ്കേപ്പ് ഫേറ്റ് അല്ലെ. നമുക്ക് വിധി എന്ന് പറഞ്ഞാൽ ആർക്കും അതിനെ മറികടക്കാൻ പറ്റില്ല. പ്രൈഡ് ലീഡ്സ് ടു ഡൗൺഫോൾ. നമുക്ക് ഉണ്ടാവുന്ന അഹങ്കാരവും ദേഷ്യവും എല്ലാം ലീഡ് ചെയ്യുന്നത് ഡൗൺഫോളിലേക്കാണ്. ട്രൂത്ത് ക്യാൻ ബി പെയിൻഫുൾ അല്ലെ. സത്യം ചിലപ്പോൾ ഒക്കെ എന്താണ്? കയ്പേറിയതായിരിക്കും, വേദനാജനകമായിരിക്കും. നോളജ് ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി, റിമെയിൻ ഹംബിൾ എന്നുള്ളത്, എപ്പോഴും ഹംബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ദെൻ മോറൽ ടേക്ക് അവേസ് നമുക്ക് പറയാൻ പറ്റും ഇഡീപ്പസ് ടെക്സ്റ്റ് ടീച്ചേഴ്സ് ടൈം ലെസൺസ്. അതായത് ഫേറ്റ് ഇൻ എസ്കേപ്പബിൾ ആണ്. ഇഡീപ്പസിന്റെ എല്ലാ എഫേർട്ടും അല്ലെ, ഇഡീപ്പസ് എവറി എഫേർട്ട് ടു അവോയ്ഡ് ദ പ്രൊഫസി ഓൺലി ഫുൾഫിൽഡ് അല്ലെ. അത് എല്ലാ പ്രൊഫസിയും മറികടക്കാൻ നോക്കുമ്പോൾ പക്ഷെ അതെല്ലാം ചെന്നെത്തുന്നത് എന്താണ് അല്ലെ, അത് ഫുൾഫിൽ ചെയ്യാന്നുള്ള ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെ ഹ്യൂബ്രിസും എക്സസീവ് ആയിട്ടുള്ള പ്രൈഡും ട്രൂത്തിന്റെ അന്ധമായ വിശ്വാസവും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് നയിക്കുന്നുണ്ട്. പെർസ്യൂട്ട് ഓഫ് നോളജ് ത്രൂ ദോ പെയിൻഫുൾ ലീഡ്സ് ടു സെൽഫ് അവയർനെസ് ആൻഡ് വിസ്ഡം. വി മസ്റ്റ് അപ്രോച്ച് ലൈഫ് വിത്ത് ഹ്യൂമിലിറ്റി എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ മേജർ കാര്യങ്ങൾ എന്ന് പറയാനുള്ളത്. സമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറി എന്താന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ തീം നമ്മൾ പറഞ്ഞു ഐഡിയൽ ട്രാജിക് ഹീറോ. ഇഡീപ്പസ് എംബഡീസ് അരിസ്റ്റോട്ടിൽസ് ഐഡിയൽ ട്രാജിക് ഹീറോ, അതായത് നോബിൾ, ഇന്റലിജന്റ് യെറ്റ് ഫ്ലോഡ് അല്ലെ, മേക്കിംഗ് ദിസ് പ്ലേ ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡി ഇൻ ദ വേൾഡ് ലിറ്ററേച്ചർ എന്നും പറയുന്നുണ്ട്. സോ ഇഡീപ്പസ് ടെക്സ്റ്റ് ഇസ് കൺസിഡർഡ് ആസ് widely regarded as Sophocles' greatest work and cornerstone of world dramatic literature, composed around 429 BCE എന്നാണ് പറയുന്നത്. Okay, so this is all about, or these are the points are all about എന്താണ്? The summary and analysis of the play Oedipus Rex written by Sophocles. Okay, so that's all about the unit 2 of the block 2 of the paper European classical literature. I hope all these points are clear for you. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുന്ന വേണം. എന്നാൽ അത് വായിക്കുമ്പോഴാണ് കുറച്ചും കൂടി സ്റ്റോറിയിലേക്ക് ഒരു റിലേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കേൾക്കുക, സ്റ്റോറി കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. താങ്ക് യു.